രാച്ചിയമ്മ. 11 വർഷത്തിന് ശേഷം രാച്ചിയമ്മയെ കണ്ടപ്പോൾ അവളിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റത്തിലല്ല അത്ഭുതം. അവൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് അതേവരെ ഓർക്കാതിരുന്നതിനാലാണ്. നീലഗിരിയിൽ നിന്ന് പോന്നതിന് ശേഷം പലപ്പോഴും ഞാൻ രാച്ചിയമ്മയെപ്പറ്റി ഓർത്തിട്ടുണ്ട്. കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരവും ആ ചങ്കൂറ്റവും മനസ്സിൽ നിന്നൊരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കാലമെന്ന ആ വലിയ തമാശക്കിടയിൽ എല്ലാം മാഞ്ഞു മാഞ്ഞു പോകുന്നു. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഓർക്കാതിരുന്നിട്ടില്ല. ഇരുട്ടത്ത് കയ്യും വീശി കുതിച്ചു നടന്നു വരുന്ന രാച്ചിയമ്മയെ കണ്ടറിയുക വയ്യ. കേട്ടറിയാം. കൈകളിലെ അയഞ്ഞ വെള്ളിവളകൾ പൊട്ടിച്ചിരിക്കും. ഇളം നീലവർണ്ണമായ ആകാശത്തിനു ചുവട്ടിൽ അലംഭാവത്തോടെ കിടക്കുന്ന പച്ചക്കുന്നുകളുടെ കരുത്തും കമനീയതയും രാച്ചിയമ്മ എപ്പോഴോ ഓർമ്മപ്പെടുത്തി. ആ രാച്ചിയമ്മയാണോ മുമ്പിൽ നിൽക്കുന്നത്? ഞാൻ ഒരിക്കൽ കൂടി ഊന്നി നോക്കി. കറുത്തു നീണ്ട വിരൽത്തുമ്പുകളിലെ അമ്പിളിത്തുണ്ടുകൾക്ക് ഇന്നും തിളക്കവും ശുചിത്വവുമുണ്ട്. മൂക്കും കണ്ണുമെല്ലാം അതേപോലെ തന്നെ. ടോർച്ചടിക്കുന്നത് പോലെയുള്ള ചിരിക്കും വ്യത്യാസമില്ല. ടോർച്ചിലെ ബാറ്ററിക്ക് സ്വൽപ്പം ശക്തിക്ഷയം പെട്ടിട്ടുണ്ടെന്ന് തോന്നി. എങ്കിലും രാച്ചിയമ്മയുടെ തലയിൽ 1-2 വെള്ളിവരകൾ. അവ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നു. വേണ്ടാത്തിടത്താണ് വന്ന് കയറിയത്. കാളക്കുട്ടന്മാരെ പോലെയുള്ള 11 വർഷങ്ങൾ ചുരമാന്തി ഓടിപ്പോയിരിക്കുന്നു. എന്നിട്ടും രാച്ചിയമ്മയ്ക്ക് ഇത്രയൊക്കെയേ സംഭവിച്ചുള്ളുവല്ലോ എന്നായിരുന്നു ആലോചിക്കേണ്ടിയിരുന്നത്. എന്തോ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നില്ല. മിസ്സിസ് നായർ ഓർമ്മപ്പെടുത്തി. രാച്ചിയമ്മയെ ഓർമ്മയുണ്ടോ? മറുപടി പറഞ്ഞില്ല. പുഞ്ചിരിക്കൊണ്ടതേയുള്ളൂ. മിസ്സിസ് നായർ വീട്ടുകാരി ചെയ്യേണ്ട മര്യാദ ചെയ്തു. രാച്ചിയമ്മയെ എനിക്കാരും പരിചയപ്പെടുത്തി തന്നതല്ല. നീലഗിരി വയനാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായി വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നവിടെ ഹോട്ടലില്ല, പീടികയില്ലെന്ന് പറഞ്ഞുകൂടാ. ചായത്തോട്ടങ്ങളിലെ വേലക്കാരെ പിടിച്ചുപറിക്കാനും കള്ളക്കടത്തുകൾക്ക് സൗകര്യമുണ്ടാക്കുവാനുമായി ഒരു കടയുണ്ട്. അവിടെ നിന്ന് വാങ്ങിയ സോപ്പ് തേച്ച് കുളിച്ചാൽ ദേഹത്തിൽ ഒട്ടലുണ്ടാകും. കടുക് വറവിട്ടാൽ കറി എലിക്കാട്ടം മണക്കും. ഞാൻ എവിടെ താമസിക്കും? എവിടെ ഭക്ഷണം കഴിക്കും? സ്നേഹിതന്മാർ ഒരു വീടും ഒരു അരിവെപ്പുകാരനെയും ശരിപ്പെടുത്തി തന്നു. ആ കെട്ടിടത്തെ വീടെന്നും ആ ചെറുക്കനെ അരിവെപ്പുകാരനെന്നും വിളിക്കാൻ തന്നെയായിരുന്നു എനിക്കിഷ്ടം. ഞാൻ ഉന്മേഷവാനായിരിക്കുവാൻ തന്നെ ആഗ്രഹിച്ചു. ജീവനെന്ന ഈ ആകസ്മികവും അനിർവചനീയവുമായ മഹാപ്രവാഹം ഏതെല്ലാം കുന്നിൻ ചെരിവുകളിലൂടെയും കൽത്തളങ്ങളിലൂടെയും അരുവിക്കരകളിലൂടെയും പാഞ്ഞുപോകുമെന്നോ, ആകാശത്തിലെ നിറഭേദങ്ങൾ അതിന് എന്തെല്ലാം രൂപപരിണാമങ്ങൾ ഉണ്ടാക്കുമെന്നോ ആർക്ക് പറയാൻ പറ്റും? 3-ാം ദിവസം ഞാൻ അമ്മയ്ക്കെഴുതി. എനിക്കിവിടെ സുഖാണ്. നല്ല പ്രദേശം, നല്ല ആളുകൾ. എഴുതിവെച്ച കത്തിനുമേൽ മേൽപ്പുരയിൽ നിന്ന് വെൺചിതൽ കുഴിയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് രാച്ചിയമ്മ വന്നത്. അതിർത്തിയിൽ വെയിലിത്തറി പോലെ വളർന്നു നിൽക്കുന്ന കാട്ടുചെടികൾ വകഞ്ഞു മാറ്റി മുറ്റത്തേക്ക് ചാടി നിന്നിട്ട് അവൾ വിളിച്ചു. എടാ ചെറുക്ക. വിറക് കീറുകയായിരുന്ന എന്റെ അരിവെപ്പുകാരന് ആ വിളി ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എങ്കിലും മറുപടി പറയാൻ ധൈര്യപ്പെടാത്തതുപോലെ മിഴിച്ചു നോക്കി നിന്നു. നിന്റെ യജമാനൻ ഇവിടെ ഇല്ലേ? എന്തു വേണം? നിന്നോടല്ല, നിന്റെ യജമാനനോടാണ് പറയാനുള്ളത്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. വിളി. ഒരു കാട്ടുകൊമ്പ് പിടിച്ചൊടിച്ച് വലിച്ച് ചീന്തിയെടുക്കുന്നതിനിടയിൽ അവൾ നിർദ്ദേശിച്ചു. ഞാനെല്ലാം ജാലകത്തിലൂടെ നോക്കിയിരിക്കുകയായിരുന്നു. അവളെ ഏതോ കരിങ്കൽ കുന്ന് പെറ്റു പുറത്തേക്കെറിഞ്ഞതാണെന്ന് തോന്നി. ചെറുക്കം വന്ന് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ഞാൻ കോലായിലേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോ അവൾ കുറച്ചുനേരം തറച്ചു നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പാൽ വേണ്ടേ? വേണം. എന്നാൽ അത് പറയാതെ ഞാൻ എങ്ങനെ അറിയും? എത്ര കുപ്പി? 1.5 കുപ്പി. കാലത്തെത്ര? 1/2. ശരി. എടാ ചെറുക്ക, നാളെ മുതൽക്ക് വന്ന് വാങ്ങിക്കൊണ്ട് പോന്നോ. ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ? തിളപ്പിച്ച് കുറുക്കി പഞ്ചസാര ഇട്ട് കൊണ്ടുവന്നാലോ? ചെറുക്കന് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. അവൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിറക് കൊള്ളികളും എടുത്ത് അടുക്കളയിലേക്ക് പോയി. അവൻ പിന്നെയും തുറിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നാളെ മുതൽക്ക് പാൽ തരാം, പക്ഷെ നിങ്ങളുടെ ചെക്കനോട് വാങ്ങിക്കൊണ്ടുവരാൻ പറയണം. അവന് സ്ഥലം അറിയില്ലായിരിക്കും. വായിൽ നാവില്ലേ? ചോദിക്കട്ടെ. പാൽക്കാരി രാച്ചിയമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മനസ്സിലായോ? ഓ,
അവൾ ഒരിക്കൽ കൂടി തുറിച്ചു നോക്കിയിട്ട് പിന്തിരിഞ്ഞു. കാട്ടുചെടികൾ വകഞ്ഞു മാറ്റി കടന്നുപോയി. പെട്ടെന്ന് കുറ്റിക്കാടുകളുടെ മറവിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. വടക്കേക്കുന്നിന്റെ ചെരുവിലാണ് നമ്മുടെ വീട്, ചെറുക്കനോട് പറഞ്ഞേക്കിൻ. പന്നി പുളയുന്ന നെൽവയലിൽ എന്ന പോലെ കാടിന്റെ മുകൾ പരപ്പിലുണ്ടായ അല വളഞ്ഞു പുളഞ്ഞു ദൂരെ മറഞ്ഞു. കുട്ടിക്കാലത്ത് പഠിച്ച വരി ഞാൻ ഓർത്തു. ഇവളെ പേടിച്ചാരും നേർവഴി നടത്തിയില്ല. പിറ്റേന്ന് പാലിന് പോയ ചെറുക്കൻ രാച്ചിയമ്മയുടെ വീട് കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു. 5 നിമിഷം കഴിഞ്ഞില്ല, കാട്ടുചെടികൾക്കിടയിൽ നിന്ന് രാച്ചിയമ്മ ഒരു അലുമിനിയ പാത്രവുമായി പ്രത്യക്ഷപ്പെട്ടു. എടാ ചെറുക്ക, നീ കുന്നിൻ ചെരുവിൽ വന്ന് മിഴിച്ചു നോക്കി നിന്ന് മടങ്ങിപ്പോന്നല്ലോ, പാലിതാ. അവൾ എന്റെ നേരെ നോക്കിയിട്ട് തുടർന്നു. നാളെ ഞാൻ കൊണ്ടുവരില്ല, തീർച്ച. ഈ ചെറുക്കന് ബുദ്ധിയില്ലേ? ചെറുക്കൻ മുഖം വീർപ്പിച്ച് പാൽപാത്രം വാങ്ങി. അകത്തേക്ക് പോകുമ്പോ രാച്ചിയമ്മ എന്റെ അരികെ വന്ന് പറഞ്ഞു. മലയാളക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഓഹോ, രാച്ചിയമ്മയുടെ രാജ്യം ഏതാണ്? മൈസൂർ. ആ കർണാടകക്കാരി ഇത്രയും നന്നായി മലയാളം പറയുന്നത് കേട്ടപ്പോ അത്ഭുതം തോന്നി. രാച്ചിയമ്മ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? നമ്മൾ വന്നതല്ല, പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നു. ആര്? രാച്ചിയമ്മയ്ക്ക് ലജ്ജ. മറ്റെന്തും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. രാച്ചിയമ്മ പറഞ്ഞു, നിങ്ങളുടെ രാജ്യക്കാരൻ കൊണ്ടുപോന്നു. മലയാളിയോ? അതെ. രാച്ചിയമ്മയുടെ അച്ഛൻ? മുനിയപ്പൻ. 3 പ്രവിശ്യകളുടെ സന്തതിയായ രാച്ചിയമ്മയെ നോക്കി നിൽക്കാൻ രസം തോന്നി. അപ്പോഴേക്കും ചെറുക്കൻ പാത്രം തിരിച്ചു കൊണ്ടുവന്നു. പാത്രം വാങ്ങി കാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ രാച്ചിയമ്മ വിളിച്ചു പറഞ്ഞു. നാളെ നീ വന്നില്ലെങ്കിൽ ചെറുക്ക, യജമാനൻ പാൽ കുടിക്കില്ല. പിറ്റേന്ന് ചെറുക്കൻ സ്ഥലം കണ്ടുപിടിച്ച് പാൽ വാങ്ങിക്കൊണ്ടുവന്നു. ഒരാഴ്ചയ്ക്ക് രാച്ചിയമ്മയെ കണ്ടില്ല. അന്ന് വൈകുന്നേരം ഓഫീസ് വിട്ടു വരുമ്പോ വഴിക്ക് വെച്ചൊരു ബഹളം കേട്ട് അങ്ങോട്ട് നോക്കി. രാച്ചിയമ്മ ആരെയോ ശകാരിക്കുന്നു. എടാ തെമ്മാടി, തുടുപ്പക്കട്ട എടുത്ത് ഞാൻ നിന്റെ മുഖത്തലക്കും. പട്ടിണി കിടന്ന് പല്ലിടിച്ചപ്പോ കാശ് കടന്നതാണോ തെറ്റ്? കാശ് കിട്ടിയപ്പോ നമ്മളെ തോപ്പിക്കാൻ നോക്കുന്ന നമ്മുടെ രൂപം നീ ശരിക്ക് കണ്ടിട്ടില്ല. രാച്ചിയമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഷർഗവ്യത്തിലായിരുന്നു. അയാൾ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നാളെ. ഇപ്പൊ കിട്ടണ എന്റെ കാശ്. രാച്ചിയമ്മ ആ ചെറുക്കന്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങി. ആ യുവാവ് കനപ്പിച്ച മുഖവുമായി പിന്തിരിയാൻ പുറപ്പെട്ടപ്പോ രാച്ചിയമ്മ പറഞ്ഞു, നിൽക്ക്. നീ എന്തിന്? ഇത് മടക്കിയെടുത്തോ, പലിശയൊന്നും വേണ്ട. മുതൽ മടക്കി തന്നല്ലോ, അത് തന്നെ സന്തോഷം മഹാരാജാ. ചെറുപ്പക്കാരൻ പണം മടക്കി വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ അഭിമാനം വ്രണപ്പെട്ടിരുന്നുവെന്ന് തോന്നി. രാച്ചിയമ്മ ഒരൊറ്റ അലറൽ. വാങ്ങിക്കോ. അവൻ കൈ നീട്ടിപ്പോയി. കാശ് കയ്യിലിട്ട് കൊടുത്തിട്ട് രാച്ചിയമ്മ രൂക്ഷമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ആ, ഒരു പ്രമാണി. ഒന്നും കാണാത്തതുപോലെയും മനസ്സിലാക്കാത്തതുപോലെയും ഓവുപാലത്തിന്മേൽ നിന്ന് എന്റെ മുന്നിലെത്തിയപ്പോ രാച്ചിയമ്മ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു, ആ ചെറുക്കൻ സൂത്രക്കാരനാണ്, വാങ്ങിയാ കൊടുക്കില്ല. ഇപ്പൊ അത് വാങ്ങിയില്ലെങ്കിൽ അവനത് മുഴുവൻ ബിയർ കടയിൽ കൊണ്ടുപോയി കലക്കും. എന്നിൽ നിന്നൊരു ഉത്തരം രാച്ചിയമ്മ പ്രതീക്ഷിക്കുന്നുവെന്ന് തോന്നിയില്ല. പിന്നെ എന്തിന് എന്നോടിതൊക്കെ ക്ഷമാപണ സ്വരത്തിൽ വിവരിക്കുന്നു? രാച്ചിയമ്മ കടന്നുപോയപ്പോ ആ പഴയ വരി ഓർമ്മ വന്നു. അവളെ പേടിച്ചാരും. രാച്ചിയമ്മ ഇക്കാര്യം എന്തെങ്കിലും ഓർക്കുന്നുണ്ടാവുമോ? ടോർച്ചടിക്കും പോലെയുള്ള ആ ചിരി കൂടെ കൂടെ ചുണ്ടിൽ വിടരുന്നു. എങ്കിലും ആ പുഞ്ചിരിയെ ഒരു വിഷാദഭാവം വലയം ചെയ്യുന്നുണ്ടോ? കവിളിലെ തുടുത്ത ഇതളുകൾ വാട്ടിക്കളയുന്നതോടൊപ്പം തലയിൽ കൊച്ചു മുല്ലപ്പൂ ചൂടിക്കുകയും ചെയ്യുന്ന കാലമാവുന്ന വലിയ തമാശ രാച്ചിയമ്മയിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല. നമ്മളെ മനസ്സിലായില്ല? മനസ്സിലായി രാച്ചിയമ്മ. ഞാൻ തികച്ചും ക്ഷമാപണ സ്വരത്തിലാണത് പറഞ്ഞത്. അത് നുണയായിരുന്നു. നന്ദികെട്ടവനെ എന്ന് എന്നെ തന്നെ വിളിക്കാൻ തോന്നി. ഞാൻ ചുരം കയറുമ്പോൾ പോലും രാച്ചിയമ്മയെപ്പറ്റി ആലോചിച്ചില്ല. ഒന്നിന്റെ ചുമലിൽ മറ്റൊന്ന് തലചായ്ച്ചുകൊണ്ട് നിരന്നു കിടക്കുന്ന പച്ചക്കുന്നുകളെയും കാട്ടിനുള്ളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പൊട്ടിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളെയും കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ട് രാച്ചിയമ്മയെപ്പറ്റി ഓർത്തില്ല? കാലമെന്ന ക്രൂരമായ തമാശ തന്നെ.
പച്ചക്കുന്നുകൾക്ക് വെള്ളക്കരയിടുന്ന നടപ്പാതകൾ പല സംഭവങ്ങളെയും വ്യക്തികളെയും സ്മരണയിൽ കൊണ്ടുവന്നു. കണ്ണുനീരും രക്തവും ശവങ്ങളും വീണ നടപ്പാതകൾ, ഇവയൊക്കെ ചായച്ചെടികൾക്ക് വളമായിരിക്കും. തിരുളുകൾ പൊന്തി വന്നു. ഓറഞ്ച് പീക്കോ, കാസ്പിയൻ കടൽ തീരത്തോ ക്രിസ്മസ് ദ്വീപിലോ ഫ്രഞ്ച് കബേരകളിലോ മധുവിധു കൊണ്ടാടുന്ന യുവതികളും യുവാക്കളും പ്രശംസിച്ചിരിക്കും. സുഗന്ധമുള്ള ഇന്ത്യൻ ഓറഞ്ച് പീക്കോ, കണ്ണുനീരിലെ ഉപ്പും രക്തത്തിലെ തുടുപ്പും ചേർന്ന് സുഗന്ധമായി മാറിയ കഥയെപ്പറ്റി ഓർത്തപ്പോഴും രാച്ചിയമ്മയെപ്പറ്റി നനച്ചില്ല. എന്തെല്ലാം മാറ്റങ്ങൾ! നിരത്തുവക്കത്തെ പാടികൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നിത്തുടങ്ങി. ആശുപത്രി വലുതായി. കൂടുതൽ കാറും ലോറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. പക്ഷേ മനുഷ്യരുടെ തലയിൽ നിന്ന് കരിമ്പടങ്ങളും കവിളുകളിൽ നിന്ന് വിയർപ്പും മാറിയിട്ടില്ല. പരിഷ്കാരങ്ങൾ അടച്ചിട്ട വീടിന്റെ പുറംചുമരുകളിൽ അടിക്കുന്ന വെയിലുപോലെയേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നുണ്ടോ? ഞാൻ സഞ്ചരിക്കുന്ന സർക്കാർ വക വലിയ ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും തുറിച്ചു നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. കണ്ട ഭാവമേയില്ല. പീടികയുടെ മുമ്പിൽ ബസ് നിന്നപ്പോ ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു ചെറുക്കൻ വിളിച്ചു പറയുന്നത് കേട്ടു. ആന വന്നു, നിന്റെ തന്ത വന്നു. ബസ്സിനകത്ത് നിന്ന് ആരോ തിരിച്ചടിച്ചു. നമ്മുടെ തന്ത ഇത്ര വലുതാ? ചെറുക്കൻ അത്ഭുതപ്പെട്ടപ്പോ ബസ്സിനകത്ത് ആകെ ഒരു അനക്കം, പിറുപിറുക്കൽ, വിമർശം. അപ്പോഴേക്കും കറുത്ത ശരീരവും ചുവന്ന പല്ലുകളുമുള്ള ഒരു പെൺകിടാവ് എവിടെ നിന്നോ വന്ന് ചെറുക്കന്റെ ചെവിക്കുറ്റി കടന്നു പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ആ പെൺകിടാവിന്റെ ചടുലമായ ചലനം ഓർമ്മയുടെ ഏതോ തന്ത്രി മീട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ഏതു തന്ത്രി? രാച്ചിയമ്മ എന്ന് ഉറക്കെ പറയാൻ വേണ്ടി എന്റെ മനസ്സ് വിക്കി വിക്കി നിന്നതാവാം. ഈ പ്രദേശത്തുള്ള എന്റെ ജീവിതം രാച്ചിയമ്മയോട് അത്രമേൽ ബന്ധപ്പെട്ടതാണ്. എന്നിട്ടും മനസ്സിൽ വ്യക്തമായി അവളുടെ രൂപം പൊന്തി വന്നില്ല. പക്ഷേ ബസ് 2 വളവ് തിരിഞ്ഞപ്പോ ഓർമ്മ പെട്ടെന്ന് എന്നെ ഞെട്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യയ്ക്കാണതുണ്ടായത്. മുളകൾക്കും മനസ്സിനും ആണ്ട പൊട്ടുന്ന കാലം. അസ്വസ്ഥമായിരുന്നു മനസ്സ്. അതുകൊണ്ട് എന്തിനെന്നില്ലാതെ തിണ്ടി നടന്നു. ഒടുവിൽ ആണ്ട പൊട്ടിച്ചു തിന്ന് ചെവിയും തുമ്പിയും ആട്ടിക്കൊണ്ടു നിന്ന ആ കട്ട പിടിച്ച ഇരുട്ടിന്മേൽ ചെന്ന് കയറിപ്പോയനെ. ഒരടി കൂടി വച്ചാൽ മതി. പക്ഷെ നിന്നു. മുൻപോട്ട് ഒരടി വെച്ചു കൂടി. പിമ്പോട്ട് പോകാൻ ശക്തിയുമില്ല. വെറുങ്ങലിച്ച നിൽപ്പ്. പെട്ടെന്നാണ് ഒരു കൈ എന്റെ കൈത്തണ്ടമേൽ അമർന്നത്. ഞാൻ എന്തുകൊണ്ട് ഉറക്കെ നിലവിളിച്ചില്ല എന്നറിഞ്ഞുകൂടാ. ഭയപ്പെട്ട് തൊണ്ടയടഞ്ഞതുകൊണ്ടാവാം, പ്രകൃതി തടഞ്ഞതാവാം, അഥവാ ആ കൈകളിൽ സുരക്ഷിതനാണെന്ന അവ്യക്ത ബോധം കൊണ്ടുമാകാം. എന്തായാലും ഞാൻ നിന്നു. എന്നെ കാട്ടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞാണ് ആളെ നോക്കിയത്. രാച്ചിയമ്മ. ആ ആനയെ പേടിപ്പിച്ചല്ലോ. പളുങ്കുമണികൾ വെള്ളത്തിലെറിയും പോലെയുള്ള അവളുടെ പരിഹാസച്ചിരി കേട്ടപ്പോ ആ ചെകിട്ടത്തടിക്കാൻ തോന്നിയില്ല. എന്റെ കൈത്തണ്ട അപ്പോഴും രാച്ചിയമ്മയുടെ പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. രാച്ചിയമ്മ എവിടെ നിന്ന് ചാടി വീണു? ഞാൻ ഇവിടെ തന്നെയല്ലേ. ഇത് പറഞ്ഞിട്ട് രാച്ചിയമ്മ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറും പോലെയുണ്ടായിരുന്നു ആ ചിരി. കാട്ടിലെ ഒറ്റയടിപ്പാതയിലൂടെ അവൾ എന്നെ നയിച്ചു. അപ്പോൾ രാച്ചിയമ്മയെപ്പറ്റി മാത്രമായിരുന്നു എന്റെ ചിന്ത. ഇരുട്ടിന്റെ കരിങ്കൽ ഭിത്തികൾക്ക് നടുവിലൂടെ നീങ്ങുന്ന ഒരു നീല വെളിച്ചം. ഭൂതകാല സ്മരണകൾ നനഞ്ഞ മൺഭിത്തികൾ പോലെ മനസ്സിലേക്ക് ഇടിഞ്ഞമർന്നു വീഴുകയായിരുന്നു. ഞാനവയിലെ കാൽത്തുണ്ടങ്ങളിലേക്കും ചെളിക്കട്ടകളിലേക്കും നോക്കിക്കൊണ്ടു നിന്നു. അപ്പോൾ രാച്ചിയമ്മ അന്വേഷിച്ചു. എന്തിനിപ്പോ വന്നു? പിന്നെയും ഇവിടെയായോ ജോലി? ഇല്ല, ഞാൻ മിസ്സിസ് നായരെ കാണാൻ വന്നതാണ്. അത് നന്നായി, നമ്മൾക്കും കാണാറായല്ലോ. രാച്ചിയമ്മ എന്നെ ഒന്നൊഴിഞ്ഞു നോക്കിയിട്ട് തുടർന്നു. ആൾ കുറച്ച് തടിച്ചല്ലോ. പ്രായമാവുമ്പോ തടിക്കില്ലേ? നമ്മൾ തടിച്ചില്ലല്ലോ. രാച്ചിയമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവില്ല. അവൾ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറി വീണു. ആ ഓരോ കഷണവും അഗാധമായ ഏതോ ഇരുൾക്കുഴിയിലേക്ക് പതുക്കെ പതുക്കെ ഊർന്നിറങ്ങി പോകുന്നതായി കണ്ടു. ഞാൻ ഒന്നും സംസാരിച്ചില്ല. രാച്ചിയമ്മയും സംസാരിച്ചില്ലെന്ന് തോന്നിയതുമില്ല.
എൻ്റെ മനസ്സ് വാചാലമായിരുന്നു. രാച്ചിയമ്മയുടേതോ? രാച്ചിയമ്മ കൂടെ കൂടെ ഇവിടെ വന്ന് നിങ്ങളെപ്പറ്റി അന്വേഷിക്കും, മിസസ് നായർ പറഞ്ഞു. ഉദാരഭാവത്തിൽ അവർ ഇതുകൂടി കൂട്ടിച്ചേർത്തു. ഞങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. മിസസ് നായർ പൊട്ടിച്ചിരിച്ചപ്പോ എൻ്റെ ഹൃദയത്തിലൊരു നൊമ്പരമാണ് അനുഭവപ്പെട്ടത്. അതവരുടെ കൃത്രിമ പല്ലുകളുടെ തിളക്കം കണ്ടിട്ടായിരുന്നില്ല. രാച്ചിയമ്മ അപ്പോഴും നിശബ്ദയായി നിൽക്കുകയായിരുന്നു. ഓർക്കുകയാണ്. എന്തായിരിക്കും ഓർക്കുക? രാച്ചിയമ്മയ്ക്ക് കുറെ ഓർക്കാനില്ലേ? ആ ദിവസങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തള്ളിക്കടന്നു വന്നു. 2-3 ദിവസം കലശലായ തലവേദന അകമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ ആ പനി രസകരമായ ഒരു അനുഭവമായേനെ. 3-ാം ദിവസം കാലത്താണ് കണ്ടത്. മേലാകെ പൊന്തിയിരിക്കുന്നു. ഇളവയിൽ കടന്നു വരുന്ന ജാലകത്തിനരികെ പോയി നിന്നു. പുതപ്പെടുത്ത് മാറ്റി നോക്കി. പവിഴമണികൾ വാരി വിതറിയിരിക്കുന്നു. കണ്ണാടിക്കടുത്ത് നിന്നു. മുഖത്തുണ്ടോ? കുറച്ചേ ഉള്ളൂ. ഇനിയും പൊന്തുമോ എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കട്ടിലിൽ വന്നിരുന്നപ്പോ അരിവെപ്പുകാരൻ ചെറുക്കൻ വന്ന് ചോദിച്ചു, കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട. ചായ? നീ ഇപ്പൊ പോകണം. എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. എന്തിന് സർ? ഒന്നും ചോദിക്കരുത്. 1 മാസം കഴിഞ്ഞ് വന്നാ മതി. അർത്ഥം മനസ്സിലാകാത്തതുപോലെ സ്വല്പനേരം നിന്നിട്ട് അവൻ പോയി. കുറെ കഴിഞ്ഞപ്പോൾ രാച്ചിയമ്മയുടെ ശബ്ദം കേട്ടു. ഇവിടെ ആളില്ലേ? ഇല്ല. ഞാൻ കിടക്കുന്നിടത്ത് നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞത് ചെകുത്താനാണോ? ചെകിടത്തടിക്കാൻ തോന്നി. വാദപ്രതിവാദത്തിന് വന്ന അവസരം. വീണ്ടും വിളിച്ചെങ്കിലും ഉത്തരം പറഞ്ഞില്ല. വാതിൽപ്പാളി നീങ്ങുന്ന ശബ്ദം. രാച്ചിയമ്മയുണ്ട് മുമ്പിൽ. എന്താണ് മൂടിപ്പൊതിച്ചു കിടക്കുന്നത്? സുഖമില്ല. എന്താണ് സുഖക്കേട്? കുരുപ്പ്. രാച്ചിയമ്മ എനിക്ക് തടുത്തു വയ്ക്കാൻ കഴിയുന്നതിന് മുന്നേ പുതപ്പെടുത്തു മാറ്റി. ആകെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനെന്താ, അമ്മ വിളയാട്ടമല്ലേ? പിന്നീടൊന്നും പറഞ്ഞില്ല. വീടൊക്കെ വെടുപ്പാക്കി കാപ്പി ഉണ്ടാക്കി. തണുത്ത കാപ്പിയുമായി അടുത്തു വന്ന് പറഞ്ഞു, തണുത്തതേ കഴിക്കാവൂ. കുറച്ചു കഴിഞ്ഞപ്പോ എവിടെ നിന്നോ കുറെ പടപ്പഴം കൊണ്ടുവന്നു. എല്ലാം തിന്നണം. ഒന്നുകൂടി പനിക്കട്ടെ. പൊന്താൻ ബാക്കിയുള്ളതൊക്കെ പൊന്തട്ടെ. തണുത്ത കഞ്ഞി, തണുത്ത ചോറ്, തണുത്ത കാപ്പി. രാച്ചിയമ്മ ഒഴികെ എല്ലാം തണുത്തത് തന്നെ. ഇറക്കാൻ വിഷമം തോന്നി. പക്ഷെ രാച്ചിയമ്മ വിട്ടില്ല. കഴിക്കാനാണ് പറഞ്ഞത്. തിന്നു, കുടിച്ചു. പിറ്റേന്നു മുതൽ തണുതണയുള്ള ഒരുതരം വെള്ളം കൊണ്ട് കണ്ണിൽ ധാര. ഞാൻ സമ്മതിക്കാനോ പ്രതിഷേധിക്കാനോ പോയില്ല. എല്ലാം നടക്കട്ടെ. കാലത്ത് എനിക്ക് ഭക്ഷണവും തന്ന് രാച്ചിയമ്മ പോകും. വൈകുന്നേരം തിരിച്ചു വരും. ഞാൻ പറഞ്ഞു, ഇത് പകർച്ചവ്യാധിയാണ്. അറിയാം. രാച്ചിയമ്മ. രാച്ചിയമ്മ ഇങ്ങനെ വരുന്നത് ശരിയാണോ? ശരിയാണ്. വേണ്ട രാച്ചിയമ്മേ. പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ജാകാനോ? ആ ചെറുക്കനെ വിരട്ടി ഓടിച്ചതുപോലെ എന്നോട് പറ്റില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. കുരുക്കളെല്ലാം പൊന്തിക്കഴിഞ്ഞു. മേലെല്ലാം, മൂക്കിന്റെ അറ്റത്തും ഉള്ളിലും നഖത്തിന്റെ ഇടയിലും പുഴുത്തു വീർത്ത് കുരുക്കൾക്കിടയിലുള്ള വിടവ് നികന്നു. വിങ്ങൽ, വേദന, ചൊറിച്ചിൽ. ഞാൻ ഞരങ്ങുമ്പോ രാച്ചിയമ്മ അടുത്തിരുന്ന വേപ്പിൻ തോപ്പ് കൊണ്ട് ദേഹത്തിൽ പതുക്കെ പതുക്കെ തടവിയിട്ട് പറഞ്ഞു, ഞരങ്ങാതെ, നാളേക്കൊക്കെ സുഖാവും. ആ കൊച്ചുവാചകം ഏകാന്തതയുടെ മരുഭൂമിയെ ആകെ നനച്ചു. എന്നിട്ടും ഞരങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. രാച്ചിയമ്മ എവിടെയോ പോയി സ്വല്പം മഞ്ഞൾ പ്രസാദം കൊണ്ടുവന്ന് എന്റെ ശിരസിൽ തടവി. മേലാകെ വിതറി. എന്നിട്ട് ആരോടെന്നില്ലാതെ പറയുന്നത് കേട്ടു, അമ്മ, നീ കണ്ടോ? പ്രാർത്ഥനയേക്കാൾ അധികം ഭീഷണിയായിരുന്നു അത്. കടം കൊടുത്ത പണം മടക്കി വാങ്ങാൻ ഉപയോഗിച്ച അതേ സ്വരമായിരുന്നു. അത് ഫലിച്ചുവെന്ന് തോന്നുന്നു. ഇറക്കം വെച്ചു. വേദന നിലച്ചു. ചൊറിയും കുറഞ്ഞു. ഞാൻ അല്പാൽപ്പം ഉറങ്ങുകയും ധാരാളം നേരം മയങ്ങിക്കിടക്കുകയും ചെയ്തു. മയങ്ങിക്കിടക്കുന്ന എന്റെ മുമ്പിൽ അരിയും മഞ്ഞൾപ്പൊടിയും തെച്ചിപ്പൂവും കൂട്ടിയെറിഞ്ഞ് ചെകുത്താന്മാരെയും മസൂരി തുടങ്ങിയ വ്യാധികളെയും പുറത്താക്കാൻ വേണ്ടി നാട്ടിൽ നടക്കാറുള്ള വെളിച്ചപ്പാട് വന്നു. ഇരുഭാഗത്തേക്കും ചിതറിയിട്ട മുടി, മഞ്ഞക്കുറി, കെട്ടിച്ചുറ്റിയ ചോപ്പ്,
അലരിപ്പൂവിന്റെ മണം, വാളിന്റെ തിളക്കം, ചിലമ്പിന്റെ കിലുക്കം, തോറ്റം ചൊല്ലുന്നു അനേകം മസൂരികളുടെ പേർ. ആനടിയൻ, അത്തിത്താമര, ചേരവളയൻ, അകംതടിയൻ, പുറംതടിയൻ, ഈ വിധം 96 മഹാവ്യാധികളെ ഒഴിവാക്കാൻ മഹാകാളിയെ വിളിക്കുന്നു. കാളി വരുന്നു, ചെമ്പട്ടണിഞ്ഞ്, ചിങ്ങപ്പുറമേറി, വാളിന്റെ മൂർച്ച കണ്ണിലും കണ്ണിന്റെ തിളക്കം വാളിലുമായി നിന്ന് അലറുന്നു. അപ്പോൾ അടിയാർ കേഴുന്നു, മാരി പോലെ വന്നത് മഞ്ഞുപോലെ പോകണേ. വേദന മാറിയില്ലേ? കൺമിഴിച്ച് നോക്കിയപ്പോ കൊച്ചുകാളി മുമ്പിൽ നിൽക്കുന്നു. ഇടിമിന്നൽ പോലെയുള്ള ചിരിയോടെ തുടർന്നു, മാറി മാറി, ഇനി ഞരങ്ങിയാ നമ്മൾ അടിക്കും. ചിരി വന്നെങ്കിലും ചിരിച്ചില്ല. കണ്ണടച്ചു മിണ്ടാതെ കിടന്നു. മനസ്സിന് മുമ്പിൽ ആ കൊച്ചുകാളിയുടെ വിഗ്രഹം തെളിഞ്ഞു നിന്നു. ദാരിയന്റെ ചോര കൂടി ചലറുന്നോരമ്മേ, കാൽച്ചിലമ്പ് തകർത്തു കുലുക്കിയിട്ടാടുന്നോരമ്മേ. ആ പാട്ട് ഓർമ്മ വന്നപ്പോ ചിരിക്കാതെ കഴിഞ്ഞില്ല. ചിരിക്കുന്നുണ്ട്, വേദന മാറി. കൺമിഴിച്ചില്ല. എങ്കിലും ആ ചോദ്യത്തിൽ വേദനിപ്പിക്കുന്ന എന്തോ ഒന്നുള്ളതായി തോന്നി. ഇന്നും രാച്ചിയമ്മയുടെ ചോദ്യം കേട്ടപ്പോ അതേ വേദനയാണ് ഉണ്ടായത്. ഇപ്പോൾ പണമൊക്കെ ഉണ്ടാക്കി സുഖമായിരിക്കുന്നു അല്ലേ? എന്റെ മിഴികൾ കീഴ്പോട്ട് താഴുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. രാച്ചിയമ്മ പറഞ്ഞു, നിങ്ങൾ സുഖമായിരിക്കുമ്പോൾ നമ്മൾക്കും സന്തോഷം. എന്തിന് സന്തോഷമെന്ന് ചോദിച്ചില്ല. വീണ്ടും മൂകത. പക്ഷെ അതറിയാത്ത വിധത്തിൽ മിസ്സിസ് നായർ വാതോരാതെ സംസാരിച്ചു. പുതുതായി വാങ്ങിയ ഷവർലെ കാറിന്റെ ഗുണങ്ങളെപ്പറ്റി വളരെ പറയാനുണ്ടായിരുന്നു. ഊട്ടിക്കോ ബാംഗ്ലൂർക്കോ ഗുരുവായൂർക്കോ ആധ്യാത്മിക പ്രസംഗങ്ങൾ കേൾക്കാനോ ക്ഷേത്രദർശനത്തിനോ പോകേണ്ടി വരുമ്പോൾ ഒരു വലിയ കാറില്ലാതെ കഴിയില്ല. കാറിൽ കയറിയിരുന്ന് കണ്ണടച്ച് നാമം ജപിച്ചു തുടങ്ങിയാൽ എത്തേണ്ടടുത്തെത്തിയേ കണ്ണു തുറക്കാറുള്ളൂ. അതിനിടയിൽ വലിയ ഇളക്കവും കുലുക്കവും പാടില്ല. ഒരു കൊച്ചു കാറ് കൂടി വാങ്ങാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. പേർഷ്യൻ ഗൾഫിലുള്ള മകളും ഭർത്താവും കൂടി അടുത്ത ദിവസം വരും. അവർക്ക് ചുറ്റിത്തിരിയാൻ ഒരു കൊച്ചു കാറ് വേണം, ഒരു ഫിയറ്റ്. എപ്പോൾ പോകുന്നു? രാച്ചിയമ്മ ഇടയിൽ കടന്നു ചോദിച്ചു. നാളെ കാലത്ത്. നമ്മൾ കണ്ടുകൊള്ളാം, ഇപ്പോൾ പോകട്ടെ. എരുമയ്ക്ക് വെള്ളം കൊടുക്കണം. മിസ്സിസ് നായർ അപ്പോഴും തന്റെ കാറുകളെയും ഫ്രിഡ്ജുകളെയും ഒടുക്കത്തെ മകളുടെ സ്വഭാവശുദ്ധിയെയും ബദരീനാഥ യാത്രയിലെ ആധ്യാത്മിക അനുഭൂതികളെയും പറ്റി സംസാരിക്കുകയായിരുന്നു. എന്റെ മനസ്സ് എരുമകൾക്ക് വെള്ളം കൊടുക്കാൻ പോയ രാച്ചിയമ്മയുടെ കൂടെ പോയിരുന്നു. മസൂരി മാറി കുളിച്ച ദിവസങ്ങളിൽ രാച്ചിയമ്മ എരുമകളെയും എന്നെയും എങ്ങനെ മാറി മാറി ശുശ്രൂഷിച്ചുവെന്നും അപ്പോൾ ഞാൻ ഓർത്തു. രാച്ചിയമ്മയോട് ഒരു ദിവസം പറഞ്ഞു, ഇനി നാട്ടിൽ പോവാം, ലീവ് കഴിയുമ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ സർക്കിട്ട് അടിക്കാൻ നമ്മൾ വിടില്ല. വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ലെന്ന് തന്നെയാണ് അർത്ഥം. രാച്ചിയമ്മ കാലത്ത് വരുന്നു, വീട് വെടുപ്പാക്കുന്നു, കാപ്പിയും പലഹാരവും ഉണ്ടാക്കിത്തരുന്നു, ഉച്ചഭക്ഷണം പാകം ചെയ്ത് അടച്ചുവെച്ച് വന്ന ധൃതിയോടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. എരുമയ്ക്ക് വെള്ളം കൊടുക്കട്ടെ. ഓത്തിന് തീറ്റയുണ്ടാക്കി വെച്ചു അല്ലേ? രാച്ചിയമ്മ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. കുറ്റിക്കാട്ടിനുള്ളിൽ അവളുടെ തല മറഞ്ഞിട്ടും പൊട്ടിച്ചിരി കേൾക്കാമായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് ആപ്പീസിൽ പോകാൻ തുടങ്ങിയ കാലത്ത് ഒരു ദിവസം രാച്ചിയമ്മ ചോദിച്ചു, ഇനി ചെറുക്കം വരില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. നന്ദി കെട്ട ശവം. രാച്ചിയമ്മ കുറച്ചുനേരം എന്തോ ആലോചിച്ചിട്ട് ചോദിച്ചു, പെങ്ങന്മാരുണ്ടോ? ഇല്ല. ഉണ്ടായിട്ടില്ലേ? ഒരാൾ ഉണ്ടായിരുന്നു, മരിച്ചു. ഇത് കേട്ടപ്പോ രാച്ചിയമ്മ എന്റെ മുഖത്തേക്ക് നോക്കി സ്വല്പനേരം നിന്നു. ആ കണ്ണിൽ ഒരു വല്ലാത്ത ഭാവമായിരുന്നു. ചെവിയാട്ടാതെ നിൽക്കുന്ന ആനയുടെ കണ്ണുകളെ അത് ഓർമ്മപ്പെടുത്തി. കുറച്ചുനേരം കഴിഞ്ഞിട്ട് രാച്ചിയമ്മ പറഞ്ഞു, നമ്മൾക്കൊരാങ്ങളെ ഉണ്ടായിരുന്നു, ചത്തു. നിശബ്ദത. തിരിച്ചു പോകുമ്പോ രാച്ചിയമ്മയോട് ഞാൻ ചോദിച്ചു, രാച്ചിയമ്മയ്ക്കിപ്പോ ആരുണ്ട്? ദൈവം മാത്രം. അവൾ കടന്നുപോയപ്പോ വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു. ഇപ്പോൾ രാച്ചിയമ്മ പോയപ്പോ ആ ശൂന്യത തിരിച്ചു വന്നതുപോലെ തോന്നുന്നു. ഇതൊന്നും മിസ്സിസ് നായരുടെ സംഭാഷണത്തെ ബാധിച്ചിരുന്നില്ല.
എക്സ്പോർട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി തൻ്റെ ഭർത്താവ് പെടുന്ന പാട് വിവരിക്കുകയായിരുന്നു അവർ. മാസത്തിൽ 1-2 തവണ ദില്ലിക്ക് പോകണം. അദ്ദേഹത്തിനാണെങ്കിൽ എല്ലാത്തരം പ്ലെയിനിലും യാത്ര ചെയ്തുകൂടാ. ബ്ലഡ് പ്രഷറുള്ള മനുഷ്യനല്ലേ. ഈയിടെയായി വലിയ ആളുകൾക്കൊക്കെ ബ്ലഡ് പ്രഷറുണ്ട്. അവരെന്നോട് ചോദിച്ചു, ബ്ലഡ് പ്രഷറുണ്ടോ? ഇല്ല. ഷുഗറുണ്ടോ? ഇല്ല. ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോഴും മനസ്സിൽ രാച്ചിയമ്മ നിറഞ്ഞു നിന്നു. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ രംഗം ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നു. ആഫീസിൽ നിന്ന് തിരിച്ചു വന്നത് നന്നേ ക്ഷീണിച്ചിട്ടാണ്. ഒന്നിനും ഉന്മേഷമില്ല. കുന്നിൻ ചെരുവിലൊന്ന് ചുറ്റിയടിക്കാം. അവിടെ പന്തലിച്ചു നിൽക്കുന്ന സാമ്പ്രാണി മരത്തിനു ചുവട്ടിൽ നിലാവ് കിതയ്ക്കുന്ന പുള്ളിമാനെ പോലെ നിൽക്കുന്നു. ഞാൻ അവിടെ ഇരുന്നു. മൂകമായ കുന്നിൻ ചെരുവുകൾ, നീണ്ടു നീണ്ടു പോകുന്ന ചായത്തോട്ടങ്ങൾ, ഒരൊറ്റ മേഘച്ചുരുളുമില്ലാത്ത ആകാശം. എന്തൊരു ശൂന്യത. പെട്ടെന്നാണ് രാച്ചിയമ്മ അങ്ങോട്ട് കടന്നു വന്നത്. നെൽവയലിന് അരുപറ്റി വരുന്ന ഒരു കറമ്പി പശുവിനെ പോലെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ വരവ്. രാച്ചിയമ്മ ഒട്ടും അമ്പരപ്പില്ലാതെ എന്റെ അരികെ വന്നിരുന്ന് ചോദിച്ചു, വ്യസനമാണോ? എന്തിന്? നാട്ടിലുള്ളവരെ പറ്റി ആലോചിച്ചിട്ട്? ഇല്ല. എൻ്റെ അമ്മയെപ്പറ്റി, അച്ഛനെപ്പറ്റി, കുടുംബങ്ങളെപ്പറ്റി എല്ലാം രാച്ചിയമ്മ ചോദിച്ചു. എനിക്കും ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. മടിച്ചു നിന്നിരുന്ന ആമ്പൽ മുട്ടുകളെ നിലാവ് തൊട്ടുണർത്തുകയായിരുന്നു. രാച്ചിയമ്മ എന്നിൽ നിന്ന് അകലെ, എന്നോട് ബന്ധമില്ലാതെ ജനിച്ചു വളർന്നവളാണെന്നപ്പോൾ തോന്നിയില്ല. നിശബ്ദത. ഹൃദയമിടിപ്പ് കേൾക്കാം. ചായച്ചെടികൾക്കിടയിലെ സിൽവർ ഓക്ക് മരങ്ങളിലൂടെ ചൂളമടിച്ചു കൊണ്ടുപോകുന്ന കാറ്റ്. അത് ദൂരെയുള്ള കോടമഞ്ഞിനെ പുലുക്കി പോയേക്കാം. രാച്ചിയമ്മയുടെ കൈ കടന്നു പിടിച്ചു. ആ വെള്ളിവളകൾ കലമ്പൽ കൂട്ടി. ലജ്ജയോ പരിഭ്രമമോ പ്രതീക്ഷിച്ചതാണ്. സൃഷ്ടിക്കും സുരക്ഷയ്ക്കുമുള്ള മോഹങ്ങൾ തമ്മിലൊന്ന് കൂട്ടി ഉരസും. പക്ഷേ രണ്ടുമുണ്ടായില്ല. ഒരു സന്ധ്യാകാലത്തിന്റെ നിഴൽപ്പാട് മുഴുവൻ ആ കണ്ണുകളിലേക്ക് ഊറിക്കൂടിയതുപോലെ തോന്നി. രാച്ചിയമ്മ. അവൾ തേങ്ങി കരയുകയായിരുന്നു. ഞാൻ ആ കൈവിട്ട് ദൂരെ മാറി നിന്നു. അപ്പോൾ രാച്ചിയമ്മ എൻ്റെ കൈ ഇങ്ങോട്ട് കടന്നു പിടിച്ച് ചോദിച്ചു, പിണങ്ങിയോ? ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തെ എൻ്റെ മനസ്സ് എനിക്കറിഞ്ഞുകൂടായിരുന്നു. നമ്മളോട് പിണങ്ങരുത്. രാച്ചിയമ്മ തേങ്ങി. നമ്മളോട് ആങ്ങളെ ചത്തതിന് ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. എന്റെ മറുപടി ആവശ്യമുണ്ടായിരുന്നില്ല. തള്ള ചാകുമ്പോ പറഞ്ഞ വാക്കാണ്. എന്ത്? നമ്മൾ കാവിൽ പോയി മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു, വഴിപിഴക്കില്ലെന്ന്. രാച്ചിയമ്മ തേങ്ങിക്കൊണ്ട് തന്നെ തുടർന്നു. ഇനി ഇഷ്ടം പോലെ. അവളുടെ ഉയർന്ന മാറിടത്തിലേക്ക് കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റു വീണ് ചിതറുന്നത് ഞാൻ കണ്ടു. നിമിഷങ്ങളും ഉടഞ്ഞു ചിതറിപ്പോകുന്നു. അനങ്ങാതെ നിൽക്കുന്ന എന്റെ മുഖത്തേക്ക് നനഞ്ഞ കണ്ണുകൾ ഉയർത്തിയിട്ട് രാച്ചിയമ്മ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനും നമ്മൾ വഴങ്ങാം. പക്ഷേ ഒന്നുണ്ട്. എന്താണ്? അത് കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കില്ല. ഇനി ഇഷ്ടം പോലെ. വീണ്ടും രാച്ചിയമ്മ കൈ കടന്നു പിടിച്ചു. ആ കൈ തട്ടി നീക്കാനോ പിടിച്ചണയ്ക്കാനോ കഴിഞ്ഞില്ല. പെങ്ങളെ എന്ന് സത്യസന്ധമായി വിളിക്കാനും സാധിച്ചില്ല. ഒരു വേദന മാത്രം മനസ്സിൽ തങ്ങി നിന്നു. സിൽവർ ഓക്കുമരങ്ങൾക്കിടയിലൂടെ മൂളിപ്പോകുന്ന കാറ്റിൽ ആ വേദന പകർന്നതായി തോന്നി. എന്താണൊന്നും മിണ്ടാത്തത്? രാച്ചിയമ്മ കൈത്തണ്ട പിടിച്ചു കുലുക്കി. ഞാൻ കീഴ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം രാച്ചിയമ്മ, ഉപദ്രവിച്ചതിൽ വ്യസനമുണ്ട്. ഈ വാക്കുകൾ രാച്ചിയമ്മയെ അധികം കരയിപ്പിച്ചു. നിലാവിന്റെ ഇതളുകൾ കൊഴിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ 2 വഴിക്ക് നീങ്ങി.
നിഴലുകളും കോടമഞ്ഞും കൂടിക്കുഴഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു പോകുന്ന അവളെ നോക്കിക്കൊണ്ട് നിന്നപ്പോ അകത്തു നിന്നൊരു ചോദ്യം: നീ ആരാണമ്മ? ഇന്നും ആ ചോദ്യത്തിന് ഉത്തരമില്ല. മിസ്സിസ് നായരുടെ കഥാകാലക്ഷേപത്തിൽ നിന്ന് സ്വൽപ്പം ഒഴിഞ്ഞു നിൽക്കണമെന്ന് മോഹിച്ചാണ് വൈകുന്നേരം പുറത്തേക്കിറങ്ങിയത്. കുന്നിൻചെരുവിൽ വെച്ച് രാച്ചിയമ്മയെ കാണുമെന്ന് വിചാരിച്ചതല്ല. തടിച്ച സാമ്പ്രാണി മരത്തിന് പിമ്പിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത്. കുളിച്ചാറാനിട്ട മുടി. അവളുടെ ചന്ദനപ്പൊട്ടിനോ പല്ലുകൾക്കോ അധികം തിളക്കുമെന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നില്ല? അവൾ ചോദിച്ചു. ഭാര്യയുണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും നമ്മൾ അറിയും. മകൾ വിജയലക്ഷ്മി സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? ഉവ്, എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞു വച്ചിരിക്കുന്നു. വിജയലക്ഷ്മിയെ കൊണ്ടുവന്നില്ലല്ലോ. നമ്മൾക്കൊന്ന് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു. ഞാൻ ചിരിച്ചതേ ഉള്ളൂ. പഴയ മാതിരി തന്നെ പണം വെള്ളം പോലെ ചെലവാക്കുന്നു അല്ലേ? രാച്ചിയമ്മ ചോദിച്ചു. അത്രയൊന്നും പണമില്ല രാച്ചിയമ്മ. ഉള്ളത് വിജയലക്ഷ്മിയെ നല്ല ചെറുക്കന്റെ കൂടെ അയക്കണം. പണ്ടം കൊടുക്കണ്ടേ, പണം കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ചിരിക്കുന്നത്? രാച്ചിയമ്മ പണം സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. കയ്യിൽ എത്ര പണമുണ്ട്? കയ്യിലില്ല, ഒക്കെ ബാങ്കിൽ. ഇവിടെ ഇപ്പോൾ ബാങ്ക് വന്നല്ലോ. കയ്യിൽ വെച്ചാൽ കടം ചോദിക്കും, കൊടുത്താ മടക്കി കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ ബാങ്കിൽ പലിശ കിട്ടും. നമ്മുടെ നാടിപ്പോൾ വലിയ നാടായി. സ്കൂൾ വന്നു, കോടതി വന്നു, പോലീസ് ഓഫീസ് വന്നു, ബാങ്ക് വന്നു, പിന്നെ ടൂറിസ്റ്റ് ഓഫീസ് വന്നു. ടൂറിസ്റ്റ് ഓഫീസിൽ നമ്മൾ പാല് കൊടുക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് രാച്ചിയമ്മ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ടും രാച്ചിയമ്മയ്ക്ക് കല്യാണം വന്നില്ലല്ലോ. ഉത്തരമുണ്ടായില്ല. ഇങ്ങനെ എത്ര നാൾ കഴിയും? ചാകുന്നത് വരെ. സഹായത്തിന് ഒരാൾ വേണ്ടേ? ദൈവമുണ്ടല്ലോ. ഒരു സഹായി കൂടി ഉണ്ടാവുന്നതല്ലേ നല്ലത്? രാച്ചിയമ്മ നിഷേധാർത്ഥത്തിൽ പതുക്കെ തലയാട്ടി. പിന്നെ ആർക്കു വേണ്ടി പണം സൂക്ഷിക്കുന്നു? നമ്മുടെ അവകാശിക്ക് വേണ്ടി. അതാരാണ്? വിജയലക്ഷ്മി, നിങ്ങളുടെ മകൾ. ബാങ്കിൽ അവകാശിയായി അവളുടെ പേരാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. എന്ത്? നമ്മൾ ചത്താൽ പണമൊക്കെ വിജയലക്ഷ്മിക്ക്. ചാകുന്നതിന് മുമ്പും എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് തന്നാൽ ഗുണമില്ല. ഒക്കെ വെള്ളം പോലെ ഒഴുക്കും. ഞാൻ രാച്ചിയമ്മയുടെ കൈത്തണ്ട കടന്നു പിടിച്ചു. എന്റെ പെങ്ങളെ. രാച്ചിയമ്മയ്ക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൾ ചോദിച്ചു, എന്റെ വീട്ടിൽ വരാമോ? തീർച്ചയായും. പഴയ വീടല്ല, കുറെ കൂടി ചന്തം വരുത്തിയിരിക്കുന്നു. ഞാൻ തലകുനിച്ചുള്ളിലേക്ക് കടന്നു. മിനുസപ്പെടുത്താത്ത പലക കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരുന്നു. രാച്ചിയമ്മ തന്ന ചെറുചൂടുള്ള എരുമപ്പാല് ഊതി കുടിക്കുമ്പോൾ അവൾ എന്നെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ കഥകൾ പറയുകയായിരുന്നു. 3 കല്യാണാലോചന വന്നു. 3 വേണ്ടെന്ന് പറഞ്ഞു. കാരണം 2 പേരും നമ്മുടെ പണം കിട്ടാൻ വന്നതാ. 3-മത്തേവന് വേണ്ടെന്ന് പറഞ്ഞു. കാരണമില്ല. കൂടുതൽ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ വിഷയം മാറ്റി. എന്നിട്ട് ചെങ്കൽ ചളിയും കരിയും കൂടി മോടി പിടിപ്പിച്ച ചുമരിലേക്ക് ചൂണ്ടിക്കാട്ടി. അത് കണ്ടോ? അടുത്തു ചെന്ന് നോക്കി. എന്റെ ഒരു പഴയ ഫോട്ടോ. രാച്ചിയമ്മ ഇടിമിന്നല് പോലുള്ള പുഞ്ചിരി തുരുതുരെ വർഷിച്ചു. ചുറ്റും കനത്തുവരുന്ന ഇരുട്ടിൽ അവ കൂടുതൽ തെളിഞ്ഞു. രാച്ചിയമ്മ എന്റെ കൈപിടിച്ചിട്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, നമ്മളെ മറന്നോ? ഇല്ല. എന്നിട്ടും ഇത്രകാലവും ഒരു വിവരവും അറിയിച്ചില്ലല്ലോ. നമ്മൾ എന്നും വിചാരിക്കും വരുമെന്ന്. ദേഹത്തോട് ഒരുമി നിൽക്കുന്ന രാച്ചിയമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിഴലും നിലാവും കൂടിപ്പിണഞ്ഞു കിടക്കുന്ന ആ നീല കയങ്ങളിൽ അവ്യക്തമായ ഒരു വെള്ളിമീൻ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. രാച്ചിയമ്മ, നമ്മളെ മറന്നില്ലേ?
നീ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തതല്ലേ? അതെ. എന്നിട്ട് നമ്മൾ മഞ്ഞക്കുറി തുടച്ചു കളഞ്ഞു. നോക്കൂ, നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുറിയാണല്ലോ. മന്ത്രിക്കുന്നത് പോലെ അവൾ തുടർന്നു. നമ്മൾ മനുഷ്യനല്ലേ, മണ്ണുകൊണ്ടുണ്ടാക്കിയതല്ലേ. ഈ തത്വജ്ഞാനം എവിടെ നിന്ന് പഠിച്ചുവെന്ന് ഞാൻ ചോദിച്ചില്ല. ഇളകിയ മണ്ണിന്റെയും യൂക്കാലിപ്റ്റസിന്റെയും മണം കൂടിക്കലർന്ന കാറ്റും കടന്നു വന്നു. അത് വൈക്കോൽ കൂമ്പാരത്തിലും വള്ളിപ്പടർപ്പുകളിലും തിരിപ്പിടിച്ചു. എന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് രാച്ചിയമ്മ പറഞ്ഞു, നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നത് മലയാളിയാണ്. രാച്ചിയമ്മയുടെ ശിരസിലുണ്ടായിരുന്ന 1-2 വെള്ളിവരകൾ എന്റെ നേരെ പുഞ്ചിരി പൊഴിച്ചു. എനിക്കും പുഞ്ചിരി തൂകാതെ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോ മിസ്സസ് നായർ കാത്തിരിക്കുന്നത് കണ്ടു. അവർ ചോദിച്ചു, നാളെ കാലത്ത് പോകുന്നോ? ഉവ്വ്. ഞങ്ങളുടെ ഷെവർലയിൽ പോവാം. നന്ദി, എനിക്ക് ബസ് മതി. അവർ കൂടുതൽ സംസാരിച്ചില്ല. ഞാൻ വേഗത്തിൽ ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് ബസ് ചുരമിറങ്ങുമ്പോൾ അവ്യക്തമായ വേദന തിങ്ങുന്ന ഹൃദയത്തിൽ ആ പഴയ വരി പൊന്തി വന്നു. അവളെ പേടിച്ചാരും നേർവഴി. ഛേ! പെട്ടെന്ന് നിർത്തി. മനസ്സു മറ്റൊരു വരിയോർത്തു. കാൽച്ചിലങ്ക തിമിർത്തു കുലുക്കിയിട്ടാടുന്നോരമ്മേ. അത് മൂളിക്കൊണ്ട് ചുരമിറങ്ങുമ്പോൾ ചുറ്റും നോക്കി. മനോഹരങ്ങളായ കുന്നുകൾ, ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന നീലാകാശം, അവ്യക്തസുന്ദരമായ കോടമഞ്ഞ്, മാദകഗന്ധം പരത്തുന്ന യൂക്കാലിപ്സ് മരങ്ങൾ, വിഷം കുറഞ്ഞ മനോഹരങ്ങളായ ഇഴജീവികളും. ഓണം കഴിഞ്ഞു. വനജയും മകനും കയറിയ തീവണ്ടി അകന്നകന്നു പോകുന്നത് നോക്കിക്കൊണ്ട് വൃദ്ധൻ നിന്നു. വണ്ടി നീങ്ങിയപ്പോഴുണ്ടായ ശൂന്യതയിൽ ആ ദൃഷ്ടികൾ തറഞ്ഞതുപോലെ തോന്നി. അങ്ങനെ എത്ര നേരം നിന്നുവെന്നറിഞ്ഞുകൂടാ. എന്തൊക്കെ വിചാരിച്ചുവെന്നതും സ്പഷ്ടമല്ല. വാസ്തവത്തിൽ എന്തെങ്കിലും വിചാരിച്ചിരുന്നുവോ? ഒരേ കാര്യം മാത്രമാണ് മനസ്സ് ഇടവിടാതെ മന്ത്രിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും പോയി, എല്ലാവരും പോയി. കഠിനമായ ദുഃഖമോ അസ്വാസ്ഥ്യമോ അപ്പോൾ അനുഭവപ്പെട്ടില്ല. ഒന്നും അനുഭവിക്കാൻ വയ്യ എന്നൊരു സ്ഥിതിയായിരുന്നു. നമുക്ക് തിരിച്ചു പോവാം. വേലു പിമ്പിൽ നിന്ന് തിരക്കി. മറുപടി പറഞ്ഞില്ല. അവിടെ തന്നെ അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത്. കണ്ണിന് മുമ്പിലൂടെ നീങ്ങിപ്പോകുന്നതെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അനുഭവിക്കുന്നില്ല. തടിയൻ ഷേട്ടു ദുർബലയായ ഭാര്യയുടെ കയ്യും പിടിച്ച് കിതച്ച് കിതച്ച് കതകും കടന്നുപോയി. എന്തൊക്കെയോ കയറ്റിയ 1-2 ട്രോളികൾ മുമ്പിലൂടെ നീങ്ങി. അവ നീങ്ങുമ്പോഴുണ്ടാകുന്ന ചെവിതുളയ്ക്കുന്ന ശബ്ദത്തിൽ അസുഖമൊന്നും തോന്നിയില്ല. അതേവരെ കൂക്കി വിളിച്ച് നടന്ന ബീഡി സിഗരറ്റ് വിൽപ്പനക്കാരനും സോഡ ലെമനഡ് കച്ചവടക്കാരനും ക്ഷീണിച്ചു പോയതുപോലെ പ്ലാറ്റ്ഫോമിലെ തിണ്ണയിലും നിലത്തും മറ്റുമായിരിക്കുന്നത് വൃദ്ധൻ കണ്ടു. അദ്ദേഹം വിചാരിച്ചു, എല്ലാ ബഹളവും കഴിഞ്ഞു, എല്ലാവരും പോയി. പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന മാവിന്റെ നിഴൽ പ്ലാറ്റ്ഫോമിലേക്ക് നീണ്ടുവരുന്നു. ഒരു ഇരുമ്പുകഥ ഉന്തി ഉന്തി കൊണ്ടുവരുന്നത് പോലെയുണ്ട്. ആ നിഴലും നോക്കി സ്വല്പനേരം നിന്നു. എന്നിട്ട് കൈപ്പടം പുരികത്തിനടുത്ത് വച്ച് മാവിലേക്ക് നോക്കി. അതിന്റെ കൊമ്പിലിരുന്ന ഓണക്കിളി എങ്ങോട്ടോ പറന്നുപോയി. നമുക്ക് തിരിച്ചു പോകാം, വീണ്ടും വേലു ഓർമ്മപ്പെടുത്തി. പോകാം എന്ന് പറഞ്ഞെങ്കിലും അനങ്ങിയില്ല. ആ നിഴലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരു രസം. അവ്യക്തമായ എന്തെല്ലാമോ മനസ്സിലേക്ക് കടന്നു വരികയും വന്നത്ര തന്നെ വേഗത്തിൽ മറഞ്ഞു പോവുകയും ചെയ്യുന്നു. വേലു വീണ്ടും ഓർമ്മപ്പെടുത്തി. വണ്ടി പോയിട്ട് നേരം കുറച്ചായി. യജമാനെ, തിരിച്ചു പോവാം. തിരിച്ചു പോവാൻ സമയമായോ? സമയമായി. പ്ലാറ്റ്ഫോമിൽ കുറുകനെ കിടക്കുന്ന മാവിന്റെ നീണ്ടതും വികൃതവുമായ നിഴൽ മുറിച്ചു കടന്നിട്ട് അയാൾ വേലുവിന്റെ കൂടെ നടന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ വേലു? മനസ്സിന് വിഷമമുണ്ടെന്ന് മാത്രം. എന്തിന്? യജമാനൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുവല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് കേട്ടപ്പോ വൃദ്ധന് ശുണ്ഠി അടക്കാൻ കഴിഞ്ഞില്ല.
ഞാൻ ഒറ്റയ്ക്കാണോ? ഈടെ കഴുതേ, നിനക്ക് കണ്ണില്ലേ? ബുദ്ധിയില്ലേ? ഞാൻ എങ്ങനെ ഒറ്റയ്ക്കാവും? എനിക്ക് മക്കളില്ലേ? ആൺമക്കളും പെൺമക്കളും? കുറച്ചുകൂടി അടുത്തേക്ക് നിന്നിട്ട് സ്വകാര്യം പറയുന്നത് പോലെ ചോദിച്ചു. എടാ വേലു, നിനക്കറിയില്ലേ എൻ്റെ മക്കൾക്ക് എന്നെ ഇത്ര ഇഷ്ടമാണെന്ന്? വണ്ടി നീങ്ങിയപ്പോ വനജയുടെ നിറഞ്ഞ കണ്ണുകൾ നീ സൂക്ഷിച്ചോ? അച്ഛനെ വിട്ടുപോകാൻ അത്ര ദുഃഖമുണ്ട് അവൾക്ക്. പക്ഷെ ഒരു പെൺകിടാവിന് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാതെ പറ്റുമോ? ഇത്രയും ശക്തിയിൽ പറഞ്ഞിട്ട് വൃദ്ധൻ നിന്ന് കിതച്ചു. വേലു അമ്പരെന്ന പോലെ തന്റെ മുഖത്തേക്ക് എന്തിനു നോക്കുന്നുവെന്ന് വൃദ്ധന് മനസ്സിലായില്ല. വേലുവിന്റെ ആ ദയനീയമായ നിൽപ്പ് കണ്ടപ്പോ ക്ഷോഭമടങ്ങി, വ്യസനം തോന്നി. എത്ര വർഷമായി അവൻ തന്നെ സേവിക്കാൻ തുടങ്ങിയിട്ട്. ഡിസ്ട്രിക്ട് രജിസ്ട്രാറായി കയറ്റം കിട്ടുന്നതിന് മുമ്പേ തൻ്റെ കൂടെ കൂടിയതാണ്. പെൻഷൻ പറ്റി 15 വർഷം കഴിഞ്ഞു. എന്നിട്ടും വേലു പോയില്ല. കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ജോലിക്ക് വിളിക്കായികയല്ല. അപ്പോഴൊക്കെ അവൻ പറയും, മൂപ്പര് മരിക്കുന്നവരെ ഞാൻ എങ്ങോട്ടുമില്ല. അവൻ അങ്ങനെ നിശ്ചയിച്ചില്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താകുമായിരുന്നുവെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. പോകാമോ? വീണ്ടും വേലു ചോദിച്ചു. പോകാം. കണ്ണട ഒന്നുകൂടി ഇളക്കി ഉറപ്പിച്ചിട്ട് വടി ഊന്നിക്കൊണ്ട് പതുക്കെ പതുക്കെ നടന്നു. പ്ലാറ്റ്ഫോം മിക്കവാറും ശൂന്യമായി കഴിഞ്ഞിരുന്നു. ചുകന്ന തലയിൽ കെട്ടുകാരായ 1-2 പോട്ടർമാർ എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. വലിഞ്ഞു കൂവുന്ന പൂവൻ കോഴികളെ ഓർമ്മ വന്നു. കൂവട്ടെ, കൂവട്ടെ, യൗവനമുള്ളപ്പോഴേ കൂവൂ. അരികെ കെട്ടും ഭാണ്ഡവും മടിയിൽ ഒരു പെൺകുട്ടിയുമായി കോൺക്രീറ്റ് ബെഞ്ചിന്മേലിരിക്കുന്ന തടിച്ച മറാത്തി സ്ത്രീയെ കണ്ടപ്പോൾ വൃദ്ധൻ നിന്നു. ആ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. അമ്മ മകളുടെ തലയിലെ പേനെടുക്കുകയാണ്. മകളാകട്ടെ മിഠായി നൊട്ടി നുണയുകയും മധുരമുള്ള വിരലുകൾ നക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട്. എന്തു പാട്ടാ? മറാത്തി ഭാഷയിലുള്ളതാവാം. തിരിഞ്ഞ് വേലുവിനോട് ചോദിച്ചു. സന്തോഷിനേക്കാ പ്രായമില്ലേ? ഉവ്. പേരക്കുഞ്ഞിനെപ്പറ്റി ഓർത്തപ്പോൾ ചിരി വന്നു. എന്ത് വികൃതിയാണ്! മുത്തച്ഛൻ്റെ നോട്ടവും നടത്തവും ഒക്കെ അഭിനയിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ്. താൻ ഒരു കൊച്ചു ജീവനിലൂടെ ചലിക്കുകയാണെന്ന് തോന്നി. സന്തോഷിന്റെ പ്രസരിപ്പ് ഓണക്കാലത്തിന് നിറം പിടിപ്പിച്ചു. പുറത്തോണവയിലും അകത്ത് സന്തോഷവും വെളിച്ചം വിതറി. അവൻ കൂടെ കൂടെ ചോദിച്ചു, മുത്തച്ഛൻ പൈലറ്റ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പൈലറ്റാവും മുത്തച്ഛ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വിമാനം പറപ്പിക്കും. ഒരിക്കലും ഞാൻ മുത്തച്ഛനെ എൻ്റെ വിമാനത്തിൽ ദില്ലിക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുത്തച്ഛൻ ഇനി ഒരൊറ്റ വിമാനത്തിലേക്ക് കയറൂ. അതങ്ങ് നിന്ന് പുറപ്പെട്ടോ എന്തോ. പുറപ്പെട്ടിരിക്കും മുത്തച്ഛ, അവൻ സമാധാനിപ്പിക്കുന്ന സ്വരത്തിലാണ് പറഞ്ഞത്. സ്റ്റേഷന് പുറത്തേക്ക് കാലെടുത്ത് വച്ചപ്പോ ആലോചിച്ചു, ഇപ്പൊ വനജയും സന്തോഷവും എവിടെ എത്തിയിരിക്കും? അപ്പോഴാണ് ചെവിയിൽ ഒരു പാട്ട് വന്ന് വീണത്. ചുറ്റും കണ്ണോടിച്ചു. സ്റ്റേഷൻ അതിർത്തിക്കുള്ള കമ്പിവേലിക്ക് സമീപം ഒരു പെൺകുട്ടിയിരുന്ന് പാടുന്നു. വിരിപ്പിൽ വച്ച ഹാർമോണിയത്തെ കൂടെ കൂടെ തല്ലി നിലവിളിപ്പിക്കുന്നുമുണ്ട്. 3-4 തെണ്ടിപ്പിള്ളേരും ഒരു റെയിൽവേ പോർട്ടറും 2 ശബരിമലക്കാരും മാത്രമേ കേൾവിക്കാരായിട്ടുള്ളൂ. എന്നിട്ടും നാട്ടിൽ 10,000-ഓടാണ് പാടുന്നതെന്ന ഭാവമാണ് അവൾക്ക്. പാട്ട് ഏതു ഭാഷയിലാണെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ കുട്ടികൾക്കും പാട്ടിനും ഭാഷാവ്യത്യാസമില്ലായിരിക്കാം. ആ പെൺകുട്ടിയോട് വളരെ അടുപ്പം തോന്നി. എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. എവിടെ? തിരിഞ്ഞ് വേലുവിനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ചില്ലറയുണ്ടോ? ഉണ്ട്. 4 അണ വാങ്ങി ആ വിരിപ്പിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോ അവൾ കൊച്ചു കൈകൾ ഹാർമോണിയത്തിൽ നിന്നെടുത്തിട്ട് പൊക്കി തൊഴുതു. അത് കണ്ടപ്പോൾ ചിരിയടക്കാൻ കഴിഞ്ഞില്ല. വടിയും ഊന്നി മുമ്പോട്ട് വെച്ചപ്പോഴും അവളുടെ പാട്ട് ചെവിയിൽ വന്ന് വീഴുന്നു. ടാക്സിയിൽ കയറാം, വേലു ഓർമ്മപ്പെടുത്തി. കാറ് നീങ്ങുമ്പോൾ ആലോചിച്ചുപോയി, എത്രയോ പേർ കയറിയിരുന്നതാകണം ഈ വണ്ടിയെന്ന്. മക്കളെയൊക്കെ യാത്രയയച്ച് ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്ന ആളുകളും ഇതിൽ കയറിയിട്ടുണ്ടാകും. സീറ്റിലാകെ കണ്ണടത്തി. ഒരു റിബന്റെ തുണ്ട് അവിടെ കിടക്കുന്നു. ആരിട്ടിട്ട് പോയതോ? അതെടുത്ത് കണ്ണടയോട് അടുപ്പിച്ചു നോക്കി. പച്ച നിറമാണ്. കയ്യിൽ വെച്ച് പതുക്കെ പതുക്കെ തലോടി. എന്ത് മിനുസമാണ്! വനജയ്ക്ക് കുട്ടിക്കാലത്ത് റിബൺ ഇഷ്ടമായിരുന്നില്ലെന്ന് അപ്പോൾ ഓർമ്മ വന്നു. ആഭരണങ്ങളിലും ഉടുപ്പിലുമൊന്നും കമ്പമില്ലാത്ത കുട്ടിയായിരുന്നു. തലമുടിയും പിച്ചുപറിച്ചിട്ട് ഓടിച്ചാടി നടക്കും. പറച്ചിക്കാളി എന്നാണ് അമ്മ വിളിച്ചിരുന്നത്.
അവൾ പറച്ചിക്കാളി അല്ലാതായപ്പോൾ കാണാൻ അമ്മ ഉണ്ടായില്ല. വനജയുടെ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ സ്മരണയിൽ പലതും മിന്നിമറഞ്ഞു. ഐശ്വര്യമുള്ള ആ മുഖമങ്ങ് മറഞ്ഞപ്പോൾ എല്ലാം മറഞ്ഞു. തൻ്റെ ഇപ്പോഴത്തെ വിഷമം അമ്മ അറിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തേങ്ങിക്കരയും. എന്നിട്ടവൾ മക്കളോട് പറയും, എല്ലാവരും പൊയ്ക്കൊള്ളിൻ, ചാകുന്നതുവരെ ഞാൻ നിങ്ങളുടെ തന്തയെ വിട്ടു പിരിയില്ല. പക്ഷെ അവൾക്കാണ് ആദ്യം പോകേണ്ടി വന്നത്. കാറിൽ അടുത്തിരിക്കുന്ന മറ്റൊരാളോടെന്ന പോലെ രഹസ്യമായി പറഞ്ഞു, അമ്മു, ആരുമില്ലിവിടെ. ശരിയാണ്, പക്ഷെ കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. അവർക്ക് ജീവിക്കണ്ടേ? ഇറങ്ങാം. വേലു പറഞ്ഞപ്പോഴാണ് കാർ നിന്നു എന്നറിഞ്ഞത്. വടിയും കുത്തി പതുക്കെ പതുക്കെ ഒതുക്ക് കയറി. ഉമ്മറം ശൂന്യം. സന്തോഷ് പോകുന്നതിന് മുമ്പ് കയറിയിട്ട കുറേ സിഗരറ്റ് പെട്ടികൾ അവിടെ ചിതറിക്കിടക്കുന്നു. ഒരു പഴയ കൊച്ചു സ്റ്റോക്കിങ്സ് കസേലയിൽ തൂങ്ങുന്നു. എടുത്തു നോക്കി. സന്തോഷിൻ്റേതാണെന്ന് തോന്നുന്നു. അതിന്മേലുള്ള ചുവന്ന വരകളിൽ വിരൽ നടത്തി. അതുമായി അകത്തേക്ക് കടന്നു. ആ വലിയ തളം വിജനമാണ്. വടിയും ഊന്നി സ്വല്പനേരം നിന്ന് ചുറ്റും നോക്കി. കുറച്ച് ദിവസമായി ഈ തളത്തിൽ എപ്പോഴും ബഹളമായിരുന്നു. വനജയും സന്തോഷും, ബാലയും 4 കുട്ടികളും, അപ്പുവിൻ്റെയും ശ്രീധരൻ്റെയും കുടുംബവും കുട്ടികളും. എപ്പോഴും സംഭാഷണവും ചിരിയും കുട്ടികളുടെ ആർപ്പുവിളികളും തന്നെ. ഇത്ര പെരുത്തു മനുഷ്യർ ഒന്നിച്ച് ഈ വീട്ടിലുണ്ടായിട്ട് എത്ര വർഷമായി? ഇത്തവണത്തെ ഓണം തന്നെയായിരുന്നു. എല്ലാവരും വരുന്നുവെന്നറിഞ്ഞപ്പോഴേ തുടങ്ങി മനസ്സ് നിറഞ്ഞു തുളുമ്പാൻ. ശ്രീധരൻ്റെ കാര്യത്തിലായിരുന്നു ആശങ്ക. കൽക്കത്തയിലാണ് താമസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബംഗാളിലെല്ലാം ഓടി നടക്കേണ്ടതാണല്ലോ അവൻ്റെ ഉദ്യോഗം. അടുത്ത പ്രൊമോഷൻ കിട്ടുമെന്ന് കേട്ടു. പിന്നീട് ഒരിടത്തിരിക്കാൻ പറ്റുമായിരിക്കും. അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആദ്യകാലത്ത് വിചാരിച്ചതല്ല. എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാക്കി. പഠിപ്പ്, ഉദ്യോഗം, വിവാഹം എല്ലാം ബഹളത്തോടുകൂടി നടത്തിയവനാണ്. ശങ്കരക്കുട്ടി പണിക്കരുടെ വീട്ടിൽ നിന്നൊരു വിവാഹം തരപ്പെടുവാൻ എളുപ്പമായിരുന്നില്ല. പക്ഷേ തന്നോട് പണിക്കർക്കുള്ള മമത വലുതായിരുന്നു. ഏതായാലും ആ കല്യാണത്തോടെ അവനൊരടക്കം വന്നു. തനിക്ക് മനസ്സിന് ആശ്വാസമായി. തന്തയ്ക്ക് പേരുദോഷം വരുത്താതിരിക്കട്ടെ. 4 കൊല്ലമായിട്ട് അവൻ വീട്ടിൽ വരികയാണ്. അങ്ങനെ എല്ലാവരും എത്തും. ഒരാൾ മാത്രം വരില്ല, അമ്മു. ശ്രീധരന്റെ കത്ത് കിട്ടിയ ദിവസം കിടപ്പറയിലുള്ള അമ്മുവിൻ്റെ പടത്തിനടുത്ത് പോയി കുറേ നേരം നിന്നു. അമ്മു, കുട്ടികളെല്ലാവരും വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസം. അന്ന് ഊണ് വിളമ്പിത്തരുമ്പോൾ വേലുവിനോട് പറഞ്ഞു, ഇനി നിനക്ക് എന്നെ ചൊല്ലി ബുദ്ധിമുട്ടുണ്ടാവില്ല. എൻ്റെ മക്കളെല്ലാം വരുന്നു. ഇനി അവർ എന്നെ ഇവിടെ ഇട്ടേച്ചു പോവില്ല. യജമാനൻ പോകണം. വേലു വരുന്നു. ഇഷ്ടം പോലെ. നിനക്കും പോരാം. ആ സംഭാഷണം മനസ്സിൽ നിന്നും മായുന്നില്ല. പാവം, വേലുവും ആശിച്ചിരിക്കും. എന്നിട്ട് അപ്പുവാണ് ആദ്യം വന്ന് കയറിയത്. അപ്പുവിന് എന്തു മാറ്റം വന്നിരിക്കുന്നു. ചെവിക്കുറ്റിയിൽ നര കയറി പറ്റിക്കഴിഞ്ഞു. എന്നാലും ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. അവൻ്റെ ആദ്യത്തെ മകൾ വളർന്നുപോയി. എന്നാലും പ്രസരിപ്പിന് കുറവില്ല. ഇറക്കം കുറഞ്ഞ പാവാടയും തുള്ളിച്ചാടിയ നടത്തവും ചറുപിറന്നനെയുള്ള വാക്കുകളും ഓർമ്മ വരുന്നു. മുത്തച്ഛൻ്റെ ഈ മുട്ടം വടി ഞാൻ കൊണ്ടുപോവും. മുത്തച്ഛനെ തന്നെ കൊണ്ടുപോവാലോ. എന്നാൽ ഏറെ നന്നായി. മുത്തച്ഛൻ വന്നിട്ട് നിനക്കെന്താ ഗുണം? എനിക്കല്ല, നാഗക്കുന്നുകളുടെ സംരക്ഷണത്തിന് ഈ ഒരൊറ്റ മുണ്ടൻ വടിയുണ്ടായാൽ മതി. ഒരു മുണ്ടൻ വടിയിൽ ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ. മുത്തച്ഛൻസ് മുണ്ടൻ വടിക്ക് ജയ്. എത്ര നാവാണ് ആ പെൺകിടാവിന്. അവളുടെ അനിയത്തി പ്രീത വളരെ ശാന്തശീലയായിപ്പോയി. ആ കൊച്ചു കൂടെ ചെവിയിൽ വന്ന് മന്ത്രിക്കും. വേലുവിനോട് എനിക്ക് എലിഞ്ഞിപ്പൂ കൊണ്ട് തരാൻ പറയുമോ മുത്തച്ഛ? ഏതു ചെറിയ ആവശ്യം നിർവഹിച്ചു കൊടുത്താലും ഒരു താമരപ്പൂ പോലെ വിടരും അവളുടെ മുഖം. ഇനി ആ മുഖം കാണുമോ? രാജീവും സുരേഷും മിടുക്കന്മാരാണ്. രണ്ടുപേരും അച്ഛനെ പോലെ തന്നെ. അച്ഛന് തൻ്റെ ഛായയാണെന്നും ഓർത്തു. അവൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അപ്പു അച്ഛൻ്റെ പോക്കറ്റ് എഡീഷനാണ്, ആ മുൻചുണ്ടി മാത്രം കിട്ടാതിരുന്നാൽ മതി. അത് പറഞ്ഞിട്ട് ഒരു ചെരിഞ്ഞ നോട്ടമുണ്ട് അമ്മുവിന്. തനിക്ക് ചുണ്ടി വരുന്നില്ലെന്ന് കണ്ടാൽ അവൾ പൊട്ടിച്ചിരിക്കും.
ഇതോർത്തപ്പോൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറയാൻ തോന്നി. ദാ അപ്പു വന്നിരിക്കുന്നു, കുട്ടികളുണ്ട്. പക്ഷെ പറഞ്ഞില്ല. അപ്പു വന്നതിൻ്റെ പിറ്റേന്ന് പെൺമക്കളും ഭർത്താക്കന്മാരും എത്തി. ബാലയുടെ ഭർത്താവ് കുറെ കൂടി തടിച്ചു കൊഴുത്തിരിക്കുന്നു. അതിനെപ്പറ്റി ബാല പറയുകയാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയർമാർ 5 കൊല്ലത്തെ സേവനം പൂർത്തിയാക്കിയ ഒരു ഉപ്പിൻചാക്കോളം എങ്കിലും തടിക്കണമെന്നല്ലേ അച്ഛാ നിയമം? അവൾ കണ്ണിറുക്കി ചിരിച്ചിട്ട് വേലുവിനോട് പറയുകയാണ്. വേലു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകാൻ വൈകിയിരിക്കുന്നു കേട്ടോ. ബാലയുടെ പരിഹാസരസികത്വത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അവളുടെ ഭർത്താവ് മോശക്കാരനല്ല. എഞ്ചിനീയർമാരുടെ ഭാര്യമാർ ബിംബം നക്കിയ പൂച്ചകളെപ്പോലെ മെലിയണമെന്നുണ്ട്. ഈ രസികനായ ചെറുപ്പക്കാരനെ ബാലയ്ക്ക് കിട്ടാൻ എത്ര പാടുപെട്ടിരിക്കുന്നുവെന്നും അപ്പോൾ ആലോചിച്ചു. വനജയുടെ വിവാഹമാണ് ആദ്യം നടന്നത്. ചേച്ചി ഇരിക്കുമ്പോൾ അനുജത്തിയുടെ വിവാഹം നടത്തേണ്ടി വന്നതിൽ വലിയ മനോവേദനയുണ്ടായി. പക്ഷേ തീവ്രമായ യത്നവും ഈശ്വരാധീനവും കൊണ്ട് 3 മാസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റി. അതും സ്ത്രീധനവും മാറ്റക്കല്യാണവും ഇല്ലാതെ. ബാലയുടെയും വനജയുടെയും ഭർത്താക്കന്മാരെ മനസ്സ് താരതമ്യപ്പെടുത്തി നോക്കി. ഒരാൾക്കൊരു ഗുണമാണെങ്കിൽ മറ്റേയാൾക്ക് വേറെയാണ്. വനജയുടെ ഭർത്താവ് വളരെ ദുർലഭമായി സംസാരിക്കൂ. അതിനെപ്പറ്റി വനജ പറയുന്നത് ഈ ആഴ്ചത്തെ വാക്കിന്റെ ക്വാട്ട തീർന്നു എന്നാണ്. എങ്കിലും സന്തോഷ് ഇപ്പോൾ സ്വഭാവം നന്നാക്കുന്നുണ്ട്. ഇടവിടാതെ ചോദ്യങ്ങൾ തന്നെ. ഓണക്കിളിയുടെ വാലിന്മേൽ എന്തിനാണ് മഞ്ഞ നിറം? നെല്ലിന് പൂവുണ്ടോ? അമ്പലച്ചിറയിലെ മുതലെവിടെ നിന്ന് വന്നു? ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കഴിഞ്ഞു. കോണി കയറുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഉത്സവം കഴിഞ്ഞ കാവ് പോലെയായി വീട്. ഓണവും കഴിഞ്ഞു. അപ്പോ വേലു കീഴെ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടു. കാപ്പി വേണോ? കൊണ്ടുവന്നോ, കുടിക്കാം. കോണിപ്പടി കയറുമ്പോൾ കാലടി ശബ്ദം വ്യക്തമായി കേട്ടു. ഓരോ അടിവെപ്പും ശബ്ദത്തിന്റെ ഒരു ഉരുള അന്തരീക്ഷത്തിലേക്ക് എറിയുന്നത് പോലെ തോന്നി. മുകളിലെ തളത്തിൽ പാറിക്കളിക്കുന്ന നരിച്ചേറ് കാലടി ശബ്ദം കേട്ടപ്പോൾ ജാലകത്തിലൂടെ പുറത്തേക്ക് പോയി. കയ്യിലിരുന്ന സ്റ്റോക്കിങ്സും റിബൺ തുണ്ടും മേശമേൽ വെച്ചിട്ട് തുറന്നു കിടക്കുന്ന ജാലകത്തിനടുത്ത് ചെന്ന് നിന്നു. പറമ്പിനതിർത്തിയിലുള്ള ഇലഞ്ഞിപ്ലാവിന്റെ നെറുകയിൽ വിടർന്ന പൂവ് പോലെയുണ്ട് സൂര്യൻ. ഓർക്കാതെ പറഞ്ഞുപോയി, അസ്തമിക്കയാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തുകൊണ്ടോ പറയേണ്ടിയിരുന്നില്ലെന്നും തോന്നി. കുറച്ചു ദിവസം മുമ്പ് ഈ പറമ്പിലാകെ പൂക്കളായിരുന്നു. മുക്കുറ്റിയും തുമ്പയും അലരിയും ചെമ്പരത്തിയും എല്ലാം പറിച്ചും കൊഴിഞ്ഞും പോയി. ഞെട്ടികൾ മാത്രം ബാക്കി നിൽക്കുന്നു. പറമ്പും തന്നെ പോലെ ഇരിക്കുന്നു. കാപ്പി അവിടെ വച്ചു പൊയ്ക്കോളൂ. വേലുവിന്റെ കാലടി ശബ്ദം കോണിപ്പടി ഇറങ്ങുകയാണ്. ആ ശബ്ദം അകന്നു മാഞ്ഞുപോയി. കഴിഞ്ഞ ദിവസങ്ങൾ വീണ്ടും തേട്ടി വരുന്നു. മക്കളുടെ മനസ്സിലും ആഹ്ലാദം മുറ്റിവിടർന്നു നിന്നു. അച്ഛൻ്റെ ഉള്ളിലും അങ്ങനെയൊക്കെ തന്നെയാകുമെന്നാണ് അവർ വിചാരിക്കുക. അപ്പുവിൻ്റെ കൂടെ പോകണമെന്നാണ് ആദ്യം ആശിച്ചത്. അപ്പുവിനോട് പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു. എന്ത് ചെയ്യാനാണ് അച്ഛാ? എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ നിന്റെ കൂടെ പോന്നാലോ? അപ്പു ഒന്നും പറഞ്ഞില്ല. ഭാര്യയാണ് ഉത്തരം പറഞ്ഞത്. അച്ഛൻ ഇതിലും അധികം വിഷമിക്കും. ഒരു ഫ്ലാറ്റിൽ ഇടുങ്ങി കഴിഞ്ഞു കൂടുകയാണ് ഞങ്ങള്. ആകെയുള്ളത് ഒരു ബെഡ്റൂം, ഒരു സിറ്റിംഗ് റൂം കൂടിയുണ്ട്. അച്ഛന് ശ്വാസം മുട്ടിപ്പോവും. വീട്ടിൽ ആരും ഉണ്ടാവില്ല. ഞങ്ങൾ കാലത്ത് പോയാൽ തിരിച്ചു വരുന്നത് രാത്രി. കുട്ടികൾ കോൺവെന്റിലാണ്. അപ്പു നിശബ്ദനായി നിന്നു. അവന്റെ വിമിഷ്ടം കണ്ടപ്പോ വ്യസനം തോന്നിയിട്ട് പറഞ്ഞു, ഞാൻ വെറുതെ ചോദിച്ചുവെന്നേ ഉള്ളൂ. വനജയ്ക്കും വിഷമമുണ്ട്. അവളുടെ ഭർത്താവിന് അടുത്തു തന്നെ റൂർക്കലയിൽ നിന്ന് മാറ്റമുണ്ടായേക്കാം. ഇനി എവിടേക്കാണെന്ന് അറിഞ്ഞുകൂടാതാനും. അച്ഛനെ കൊണ്ടുപോയാ അച്ഛന് ഞങ്ങളും വിഷമത്തിലാവും. ഇല്ലെങ്കിലും അച്ഛൻ ഇവിടെ താമസിച്ചാലേ സുഖം കിട്ടൂ. വനജ തീർത്തു പറഞ്ഞു. അവളെ പ്രസവിക്കുന്നതിന് എത്രയോ മുമ്പ് തുടങ്ങിയതാണ് അച്ഛൻ്റെ സർക്കിട്ട് എന്നവൾക്ക് ഓർമ്മയില്ല. മക്കളിൽ ആരെയും പ്രസവിച്ചത് സ്വന്തം വീട്ടിൽ വച്ചല്ല, ഉദ്യോഗസ്ഥലങ്ങളിൽ നിന്നാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലത്തെ പോലെയല്ല ഇന്നത്തെ ജീവിതം. ശ്രീധരനോട് ചോദിക്കാനേ പറ്റിയില്ല. സന്ദർശനങ്ങളുടെ തിരക്കായിരുന്നു അയാൾക്ക്. അല്ലെങ്കിലും അവൻ്റെ കൂടെ പോയിട്ടും കാര്യമില്ല. മാസത്തിൽ 25 ദിവസവും സർക്കിട്ടാണ്. കുടുംബത്തോടെ
പോകുമ്പോൾ ഒന്നു പറയാൻ അവൻ മറന്നില്ല. അച്ഛൻ എന്തു വേണമെങ്കിലും എഴുതി അറിയിക്കാൻ മടിക്കരുത്. അച്ഛന് വേണ്ടത് ഇത്തിരി ജീവിതമാണ്. അത് ബാംഗ്ലൂർ അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുമോ എന്ന് ചോദിക്കണമെന്ന് തോന്നി. പക്ഷേ പറഞ്ഞതിങ്ങനെയാണ്: അറിയിക്കാം. തങ്ങളുടെ ധൃതി പിടിച്ച ജീവിതത്തിനിടയിൽ കൊണ്ടുപോയിരുത്തി അച്ഛനെ കഷ്ടപ്പെടുത്തരുതെന്ന് എല്ലാ മക്കളും വിചാരിക്കുന്നു. നല്ല വിചാരം. തൻ്റെ ഉദ്യോഗ ജീവിതത്തിലെ അനുഭവത്തെപ്പറ്റിയും അപ്പോൾ ഓർത്തു. അന്നു മറിച്ചായിരുന്നു സ്ഥിതി. എന്നും വൃദ്ധരായ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ നീങ്ങുകയും സ്നേഹപൂർവ്വം സംസാരിക്കുകയും ചെയ്തിരുന്ന അവർ കുടുംബാന്തരീക്ഷത്തിന് എന്തൊരു പ്രശാന്തിയാണ് നൽകിയത്. നെറ്റി നിറയെ ചന്ദനം പൂശിയാലുള്ള സുഖം ചന്ദനത്തിൻ്റെതല്ല, പുൽത്തൈലത്തിൻ്റെതാണ് ഇന്ന് ആളുകൾക്ക് ഇഷ്ടമുള്ള ഗന്ധം. അച്ഛനോട് അന്വേഷിക്കാതെ ഒരു കുടുംബകാര്യവും നടത്തിയിട്ടില്ല. എടുത്തുചാട്ടങ്ങളിൽ നിന്ന് അദ്ദേഹം തന്നെ തടഞ്ഞു. വേണ്ടയിടത്ത് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അത്തരം ഉപദേശങ്ങൾ സാധ്യമാണോ? ആവശ്യമാണോ? 4 ദിവസം മുമ്പ് വനജയുടെ ഭർത്താവും ശ്രീധരനും കൂടി പുറത്തളത്തിൽ വെച്ച് സംസാരിച്ചത് ഓർമ്മ വന്നു. എന്തെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ചതാണ് അച്ഛാ എന്ന് പറഞ്ഞിട്ട് അവർ ഓരോ വഴിക്ക് പോയി. അവർ ചെയ്തത് ശരിയാണ്. ഷെയർ മാർക്കറ്റിനെ പറ്റിയും കമ്പനികളെപ്പറ്റിയും തനിക്കെന്തറിയാം? എങ്കിലും അവർ കടന്നു പോയപ്പോൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ചുറ്റും ശൂന്യത. അപ്പോൾ വീടിനകത്തേക്ക് നോക്കി വിളിക്കണമെന്ന് തോന്നി. അമ്മോ, നീ അവിടെ ഇല്ലേ? ആ വിളി വിഴുങ്ങിയതേയുള്ളൂ. താണു പോകുന്ന സൂര്യനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ചെറുപ്പകാലത്ത് കണ്ട കളിയരങ്ങുകൾ ഓർമ്മ വന്നു. അരങ്ങ് തിമിർത്താടി കഴിഞ്ഞതിന് ശേഷം അണിയറയിലേക്ക് പോകുന്ന വലിയ വേഷം. ഇനി കിരീടമഴിച്ചു മാറ്റും. എല്ലാ വർണ്ണങ്ങളും മായും, എല്ലാ ചലനങ്ങളും നിൽക്കും. ഒരു വലിയ കഥാപാത്രം അടർന്നും കലങ്ങിയും പോവുകയാണ്. ഉറക്കം തൂങ്ങുന്ന കൺപോളകളിലെ മഷി മാത്രം ബാക്കി നിൽക്കും. അരങ്ങത്ത് തിമിർക്കുന്ന താളമേളങ്ങൾ കേട്ടുകൊണ്ട് കിടക്കുക. പിന്നെ ഉറക്കമാണ്. എനിക്ക് ഉറങ്ങാറായോ? കുറച്ചുറക്കെ തന്നെ ചോദിച്ചു പോയി. ഉത്തരമുണ്ടായില്ല. യാത്ര ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന വെളിച്ചം, മരങ്ങളിൽ വന്ന് തൂങ്ങുന്ന വാവലുകൾ, ശൂന്യമായ പാടങ്ങളിലൂടെ സ്വപ്നത്തിലെന്ന പോലെ പതുക്കെ പതുക്കെ നീങ്ങുന്ന നാൽക്കാലികൾ, എന്തിനോ വേണ്ടി കരഞ്ഞുകൊണ്ട് അമ്മയെ പിന്തുടർന്നോടുന്ന കുട്ടി. ഓരോന്നും മുമ്പിലേക്ക് വരുന്നു, മാഞ്ഞു പോകുന്നു. ജാലകത്തിനടുക്കൽ നിന്ന് മടങ്ങിയപ്പോൾ മേശമേലിരിക്കുന്ന കാപ്പി കണ്ടു. ഓ, ഇത് കുടിക്കാൻ മറന്നു. എടുത്ത് ചുണ്ടോടടുപ്പിച്ചു. അമ്പയെ തണുത്തുപോയി. കോപ്പ താഴെ വെച്ച് സ്വൽപ്പനേരം നിന്ന് ആലോചിച്ചു. ശൂന്യതയിലേക്ക് നീണ്ടു നീണ്ടു പോകുന്ന ആലോചനകൾ. അവസാനം കിടപ്പറയുടെ വാതിൽക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു: അമ്മോ, എനിക്ക് കുളിക്കാറായി. അയയിൽ നിന്ന് തോർത്തു വലിച്ച് ചുമലിലിട്ട് കീഴ്പോട്ടിറങ്ങി. മുറ്റത്തെത്തിയപ്പോൾ വേലു ചോദിക്കുന്നത് കേട്ടു. എങ്ങോട്ട്? കുളത്തിലേക്ക്. കുളിമുറിയിലല്ലേ? അല്ല. ഞാനും വരണോ? വേണ്ട. കുളത്തിൽ പടവിറങ്ങുമ്പോൾ ഒന്നും വിചാരിച്ചതല്ല. ചിന്തകളെല്ലാം കല്ലിച്ചുപോയി എന്ന് തോന്നുന്നു. നല്ലത്. വടിയും കണ്ണടയും പടവിൽ വെച്ച് കടവിലിരുന്നു. അടർന്നു തുടങ്ങിയ പടവിൽ നിന്ന് ഒരു കല്ല് പതുക്കെ വലിച്ചെടുത്ത് തോർത്തുമുണ്ടിന്റെ ഒരു തലപ്പിൽ കെട്ടി. മറ്റേ തലപ്പ് സ്വന്തം കഴുത്തിലും. വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും കല്ലിന് കനം തോന്നിയില്ല. കുട്ടിക്കാലത്ത് പഠിച്ച ആർക്കിമിഡീസിന്റെ തത്വം അയാൾ ഉരുവിട്ടു. ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യപ്പെടുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യഭാരം ആ വസ്തുവിന് നഷ്ടപ്പെട്ടതായി തോന്നും. ആരാണ് കൈപിടിച്ചു വലിക്കുന്നത്? അമ്മു ആണോ? അമ്മു, അമ്മു. സുഗന്ധമുള്ള ദിവസം. ഞാൻ മാപ്പിരക്കാൻ വന്നിട്ടില്ല. മാപ്പു ചോദിക്കത്തക്കവണ്ണം രുക്മിണി എന്തെങ്കിലും ചെയ്തോ? മാധവി ശാന്തമായി മറുപടി പറഞ്ഞിട്ട് കൈക്കുഞ്ഞിന്റെ തുടുത്ത കവിളിൽ ഉമ്മ വച്ചു. എന്തൊക്കെയായാലും മാപ്പു ചോദിക്കുന്ന പ്രകൃതം എനിക്കില്ല, രുക്മിണി ഉറപ്പിച്ചു പറഞ്ഞു. സാരമില്ല,
അതും പറഞ്ഞിട്ടും യാതൊന്നും സംഭവിക്കാത്തതുപോലെ കുഞ്ഞിനെ താരാട്ടുന്നത് കണ്ടപ്പോൾ രുക്മിണിക്ക് വലിയ അസ്വാസ്ഥ്യം തോന്നി. മാധവിയുടെ ശ്രദ്ധ മുഴുവൻ ആ കുഞ്ഞിലാണ്. എന്ത് വേണമെങ്കിലും ചെയ്യ്, എനിക്ക് ഈ കുഞ്ഞുണ്ട് എന്ന മട്ടിൽ ശാന്തമായ ആ നിൽപ്പാണ് ഏറ്റവും ചൊടിപ്പിക്കുന്നത്. രുക്മിണിക്കും ആ കുഞ്ഞിനെ ഒന്ന് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇളം തുടുപ്പാർന്ന ആ മാംസപിണ്ഡത്തെക്കുറിച്ച് മാധവിക്ക് എന്ത് അഹന്തയാണ്! നേടേണ്ടതൊക്കെ നേടി എന്ന ഭാവമാണ്. ഈ ഉൾനാട്ടുകാരിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ നേടാൻ വലിയ ശക്തിയൊന്നും വേണ്ട എന്ന്. പ്രകൃതി നൽകിയ ശക്തിയിൽ കവിഞ്ഞ് ഒന്നും നേടുകയുണ്ടായില്ലെന്ന് മുഖത്താട്ടുന്നത് പോലെ വിളിച്ചു പറയണമെന്ന് തോന്നി. പറയാൻ നാക്ക് പൊന്തുന്നില്ല. ഈ 8ാം തരം സ്ത്രീയുമായി തർക്കിച്ചു നിൽക്കുന്നത് എന്തിന്? ആ വിചാരമാണോ പിന്തിരിപ്പിക്കുന്നത്? എന്തിനാണ് സ്വയം വിചാരണ ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് രുക്മിണി മൊസൈക് ടൈൽസ് പതിച്ച മിനുസമുള്ള ചവിട്ടുപടി ഇറങ്ങി. രുക്മിണി തിരിഞ്ഞു നിന്ന് പറഞ്ഞു, മാധവി, നിങ്ങൾ വിചാരിക്കുന്നത് എന്തെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവൻ ശരിയല്ല. അതിന് മാധവി ഉത്തരം പറഞ്ഞില്ല. അവൾ കുഞ്ഞിനെ മാറത്തടക്കി പിടിച്ച് പകച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറുകെ വരുന്ന വാഹനം കണ്ട് പെട്ടെന്ന് നിന്നുപോയ ഒരു കൊച്ചു കാറ് പോലെയാണ് മാധവി എന്ന് രുക്മിണിക്ക് തോന്നി. ബാല്യകാല സ്മരണകളിൽ തങ്ങി നിൽക്കുന്ന ആ മുഖവും ഇതുമായി തട്ടിച്ചു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടും ഒന്നാണെന്ന് പറയാൻ തന്നെ വിഷമം. ഒരു നിമിഷം കൂടി നിന്നിട്ട് രുക്മിണി തിരക്കിട്ട് നടന്നു. 2 അടി കൂടി നടന്നപ്പോൾ കുഞ്ഞിന്റെ ബഹളം കേട്ട് തിരിഞ്ഞു നോക്കിപ്പോയി. അപ്പോഴും മാധവി പകച്ചു നിൽക്കുകയാണ്. കുട്ടി കയ്യിലിരുന്ന് കരയുന്നു. 1 അടി കൂടി വച്ചപ്പോ പിമ്പിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, നിൽക്കൂ, നിൽക്കൂ, ഒന്ന് പറയട്ടെ. മാധവി മുമ്പിലേക്ക് വന്നു നിന്നു. കുഞ്ഞിനെ താങ്ങിക്കൊണ്ടുള്ള ആ നിൽപ്പ് കണ്ടാൽ പാവപ്പെട്ട അമ്മേ എന്ന് വിളിച്ചു പോവും. പറയൂ. രുക്മിണി ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല. മാധവി വിമ്മിട്ടപ്പെട്ടുകൊണ്ട് തുടർന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്തു? എന്റെ ഭർത്താവും അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു പുരുഷനല്ലേ? നോക്കൂ, എന്റെ അമ്മ പറയാറുള്ളത് എത്ര ശരിയാണ്. കാറ്റിനെയും പൗരുഷത്തെയും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അവ വീശിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല മണം കൊണ്ടുവരും, ചിലപ്പോൾ ചീത്ത മണവും. എല്ലാം അനുഭവിക്കണം. ഭാര്യമാരങ്ങനെയല്ലേ? രുക്മിണിയുടെ നേരെ മുഖമുയർത്തിയിട്ട് അവർ ചോദിച്ചു. എന്താണ് രുക്മിണി ഒന്നും സംസാരിക്കാത്തത്? എന്നോട് ദേഷ്യമാണോ? രുക്മിണി തിരിഞ്ഞ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി, ആ കുഞ്ഞിന്റെ മുഖത്തേക്കും. അവൾ ഹാൻഡ് ബാഗിന്റെ മൃദുലമായ പുറം തടവിക്കൊണ്ട് നിശബ്ദമായി നിന്നു. അപ്പോൾ ഈ വാചകം തൊണ്ട വരെ വന്നു. ചേച്ചി, എനിക്ക് നിങ്ങളോട് വിരോധമില്ല. പക്ഷെ എന്തിനതൊക്കെ പറയണം? മാധവി തുടർന്നു. എനിക്ക് വലിയ വിവരമില്ല. നിങ്ങളൊക്കെ പട്ടണക്കാരാണ്, അറിവുള്ളവരാണ്. ഞാൻ തെറ്റ് ചെയ്തുവെങ്കിൽ ക്ഷമിക്കൂ. കയറിയിരിക്കൂ. എന്നോട് വർത്തമാനം പറയൂ. വേണ്ട. എന്തുകൊണ്ട്? ഒന്നുകൊണ്ടുമല്ല. രുക്മിണിയുടെ ഉത്തരം വളരെ പ്രശാന്തമായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നൊരു കപ്പ് കാപ്പി കുടിക്കാതെ പോയി എന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ശുണ്ഠി വരും. അദ്ദേഹം നിങ്ങളെ ശകാരിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അദ്ദേഹം വലിയ തറവാടിയാണ്. അത് പറഞ്ഞപ്പോ ആ സ്ത്രീയുടെ മുഖത്ത് സ്വിച്ചിട്ടതുപോലെ വെളിച്ചം പരന്നു. രുക്മിണി അത് സൂക്ഷിച്ചിട്ട് ചോദിച്ചു, അദ്ദേഹത്തെപ്പറ്റി വാഴ്ത്തി പറയാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ? തീർച്ചയായും. അദ്ദേഹം എൻ്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ? മാധവി കുഞ്ഞിന്റെ നെറുകയിലൊന്ന് ചുംബിച്ചിട്ട് തുടർന്നു. അല്ലെങ്കിലും അദ്ദേഹത്തെ വാഴ്ത്തി പറയാം. അത്ര വലിയ ആളാണ്. എന്ത് സ്നേഹമാണെന്നോ! അതെങ്ങനെയെന്ന് വിവരിക്കാൻ സാധ്യമല്ല രുക്മിണി. ഒരു വലിയ സൂചി ദേഹത്തിലേക്ക് കുത്തിയിറക്കുന്നുവെന്ന് വിചാരിക്കൂ. അപ്പോൾ വേദനയാണല്ലോ. വേദനയ്ക്ക് പകരം സുഖമാണ് ഉണ്ടാവുക എന്ന് സങ്കല്പിച്ചു കൊള്ളുക. എങ്കിൽ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ സ്നേഹം. ഈ വാക്കുകൾ രുക്മിണിയിൽ ഉറങ്ങിക്കിടക്കുന്ന പാരുഷ്യത്തെ തൊട്ടുണർത്തി. അവൾ ചോദിച്ചു, നിങ്ങൾ ഉള്ളിൽ തട്ടിയാണോ ഈ പറഞ്ഞതൊക്കെ? ഞാൻ എന്തിന് കപടം പറയുന്നു? ആട്ടെ, അകത്തേക്ക് കയറിയിരിക്കൂ. കയറണോ അതോ ഗേറ്റ് വലിച്ചടച്ചിട്ട് കടന്നു പോകണമോ? കാപ്പി കുടിച്ചിട്ട് പോകൂ. ക്ഷണം വീണ്ടും ഭൃത്യനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു. കുഞ്ചു, കാപ്പി വേണം. വേണ്ട, രുക്മിണി പെട്ടെന്ന് പറഞ്ഞുപോയി.
ഞാനിപ്പോൾ പോകുന്നു. അടിയന്തരമായി ഒരാളെ കാണേണ്ടതുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരാം. നമുക്ക് സംസാരിക്കാം. വാസ്തവത്തിൽ നമുക്ക് കുറേയേറെ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ പറഞ്ഞില്ല. ഹൃദയത്തിൽ നിന്നൊരു ഗദ്ഗതം തൊണ്ടയിൽ വന്ന് തട്ടുകയാണ്. മാധവി മുമ്പിൽ കുഞ്ഞിനെ മാറോടടക്കി പിടിച്ചുകൊണ്ട് നിശബ്ദമായി നിൽക്കുന്നു. ആ കുഞ്ഞി കൈകൾ കാറ്റിലാടുന്ന വിടർന്ന പനിനീർ പുഷ്പം പോലെ അവളുടെ മാറത്ത് തത്തിക്കളിക്കുകയാണ്. രുക്മിണി അത് നോക്കി. പാവം. ഞാൻ തീർച്ചയായും കുറെ കഴിഞ്ഞിട്ട് വരും. ഗേറ്റ് സാവധാനത്തിൽ അടച്ചിട്ട് പടികടക്കുമ്പോൾ രുക്മിണി നിറഞ്ഞ കണ്ണുകളെ കീഴ്പോട്ടാക്കിക്കൊണ്ടാണ് നടന്നത്. ഷാമ്പു തേച്ച് എണ്ണമയമില്ലാതാക്കിയ തലമുടി കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് അവൾ തിരക്കിട്ട് നടന്നു. ഉയർന്ന മടമ്പോടുകൂടിയ ചെരുപ്പ് കോൺക്രീറ്റ് റോഡിൽ തട്ടി താളക്രമത്തിൽ ശബ്ദിക്കുന്നു. അവൾ പറക്കുന്ന ടെർലിൻ സാരിയുടെ തലപ്പ് ഇടത്തെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. 4 കൂടിയ വഴിയിലെത്തി. അവൾ തന്നോട് തന്നെ ചോദിച്ചു, അപ്പോൾ എനിക്ക് ആരെയാണ് കാണാനുള്ളത്? ഈ ചോദ്യം രുക്മിണിക്ക് ജീവിതത്തിന്റെ പല കവലകളിലും വെച്ച് ചോദിക്കേണ്ടി വന്നതാണ്. അപ്പോഴൊക്കെ ഓരോ തരം ഉത്തരവും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് എന്തെന്നില്ലാത്ത ഒരു വേദന മനസ്സിൽ തങ്ങി നിൽക്കുന്നു. കുറെ കാലമായി അത്തരം വികാരങ്ങളുമായി ബന്ധമില്ല. മരവിച്ചതുപോലെയാണ്. 2 ദിവസം മുമ്പേ പ്രസവിച്ച റീതയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോഴുണ്ടായ ഒരു സംഭവം അവൾക്ക് ഓർമ്മ വന്നു. റീത്ത കിടക്കുന്ന സ്പെഷ്യൽ വാർഡിന്റെ തൊട്ടടുത്ത വാർഡിൽ ഭക്ഷണത്തിലെ വിഷബാധയേറ്റ് 3 കുഞ്ഞുങ്ങളും ഒരമ്മയും മരിച്ചു കിടക്കുന്നത് കണ്ടു. 2 കുഞ്ഞുങ്ങളുടെയും കണ്ണടഞ്ഞിട്ടില്ല. അവർക്ക് ലോകം കണ്ടിട്ട് തൃപ്തിയായിട്ടില്ലായിരിക്കാമെന്നാണ് തോന്നിയത്. ആളില്ലാത്ത ആ ശവങ്ങളെ ആസ്പത്രി പണിക്കാർ ശവവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു. മനസ്സിൽ ഒരു കുമിളയും പൊന്തിയില്ല. ആശുപത്രി ഗേറ്റ് കടക്കുമ്പോൾ രുക്മിണി ആലോചിച്ചു, താൻ കല്ലായി പോയോ എന്ന്. ആ കല്ല് എന്തുകൊണ്ടാണ് ഇപ്പോൾ അലിയുന്നത്? ആലോചന ആ വഴിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. ഇരുവശത്തേക്കും നോക്കി. ഒരു വാഹനം കിട്ടണമല്ലോ. വാഹനം കിട്ടിയാൽ എവിടെ പോകണം? പാർക്കിൽ? ബീച്ചിൽ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാം. ഒരു വിഷമം. നാണ് കാത്തിരിക്കുകയല്ലേ. വേലക്കാരനാണെങ്കിലും അവൻ സ്നേഹമുള്ളവനാണ്. അവനെ അങ്ങനെ ഇരുത്താമോ? എന്തിനിരിക്കുന്നു? വീട്ടിൽ നിന്ന് എവിടെയും പോകാത്ത അവൻ താൻ ചെല്ലേണ്ട സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. വൈകുന്നേരം ചെല്ലുമ്പോൾ വാശി പിടിച്ച് കരയുന്ന കുട്ടിയുടെ സ്വരത്തിൽ പറയും, കൊച്ചമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. ഇന്ന് അവൻ മാത്രമാണ് തന്നെ കാത്തിരിക്കുവാനുള്ളത്. കാണുന്നവർ വളരെ. കാത്തിരിക്കുവാൻ നാണു മാത്രം. മനസ്സാകെ ഇളകി മറിഞ്ഞിരിക്കുന്നു. ഭൂതകാല സംഭവങ്ങൾ മുകൾ പരപ്പിലേക്ക് വരികയാണ്. ഇതേ വിധം വർഷങ്ങൾക്കപ്പുറത്ത് ഇടക്കഴിയൂർ പാലത്തിനടുത്ത് ഒരു വഞ്ചിയും കാത്തുനിന്നത് രുക്മിണി ഓർത്തു. ആകാശത്ത് നക്ഷത്രങ്ങളും മനസ്സിൽ അഭിലാഷങ്ങളും തിളങ്ങി. പുഴയിലെ കൊച്ചോളങ്ങൾ കരിനീല പാമ്പുകളെപ്പോലെ അവളുടെ കാൽക്കൽ കിടന്നിഴയുകയാണ്. മനസ്സിൽ വികാരങ്ങൾ പടം പൊക്കിപ്പിടിച്ചാടി. അന്ന് ആരെ കാണണമെന്ന സന്ദേഹമുണ്ടായിരുന്നില്ല. കാണാനുള്ള ആൾ വഞ്ചിയിൽ വരും. അങ്ങനെയുള്ള ഒരാളെ പ്രതീക്ഷിക്കാനുള്ള അവകാശം തനിക്കുണ്ടോ എന്ന് അന്ന് ചിന്തിച്ചില്ല. ഒരടിച്ചുതള്ളി പെണ്ണിന്റെ മകൾക്ക് അത്രയൊക്കെ ആശിക്കാമോ? അച്ഛൻ തിരുമേനി അവൾക്ക് നൽകിയത് വെളുത്ത തൊലിയും കുറെ സൗന്ദര്യവുമാണ്. അന്നതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. തൻ്റെ അമ്മയുമായുള്ള വീഴ്ച അദ്ദേഹത്തിനൊരു കളി മാത്രമായിരുന്നു. അപ്പോ താനൊരു നേരം പോക്കിന്റെ ഫലമാണ്. നേരം പോക്കിൽ നിന്ന് കാര്യമായ ജീവിതമുണ്ടാകുമോ? ആരും തൻ്റെ ജീവിതം കാര്യമായിട്ടെടുത്തിട്ടില്ല. 8ാം തരം പാസ്സായപ്പോൾ മാത്തു മാസ്റ്റർ ചോദിച്ചു, ഇനി എന്തു വിചാരിക്കുന്നു രുക്മിണി? മറുപടി പറഞ്ഞില്ല. ഹൈസ്കൂളിൽ ചേരാൻ ആര് പണം തരും? അച്ഛൻ തിരുമേനിയുടെ വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പഠിച്ച് മജിസ്ട്രേറ്റ് ആവാ. ഏതായാലും ഉണ്ടാവില്ല. ഓ, വേണ്ടാത്ത ഒന്നും നിരീക്കാതെ ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ. വേണ്ടാത്തതും വേണ്ടതും ഒന്നും ആശിച്ചില്ല. ഭക്ഷണം കിട്ടി, അതുകൊണ്ട് വളർന്നു. കൂടെ കൂടെ ഗുരുവായൂരിൽ പോയി തൊഴും. കാര്യമായി എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നുവോ? എങ്ങോട്ടെങ്കിലും പോകാമല്ലോ എന്ന് വിചാരിച്ച് തൈത്തെങ്ങുകൾ തണൽ വിരിച്ച മണൽപ്പറമ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലുണ്ടായ കെട്ടിപ്പിണഞ്ഞ വികാരങ്ങളെപ്പറ്റിയും ഓർത്തു. ദുഃഖിക്കാനല്ലാതെ ഒന്നുമില്ല. എന്നിട്ടും
സൂര്യന് പ്രകാശവും പുഴയിലെ ഒഴുക്കിന് ശക്തിയും കൂടിയതായി തോന്നി. ഓരോ ഇലയ്ക്കും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. അന്ന് യൗവനമായിരുന്നു. അങ്ങനെ ഇടക്കഴിയൂരിൽ നിന്ന് ഗുരുവായൂർക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്. അതൊക്കെ ഇപ്പോഴെന്തിനു വിചാരിക്കുന്നു? ചത്തവയൊക്കെ മറവു ചെയ്യുകയാണ് വേണ്ടത്. ഒഴുകി വന്ന ഒരു ഷവർലെ കാർ അവളുടെ മുന്നിൽ നിന്നു. ഗുഡ് മോർണിംഗ് രുക്മിണി. പ്രത്യഭിവാദ്യം ചെയ്തതിന് ശേഷമാണ് ആരെന്ന് നോക്കിയത്. എഞ്ചിനീയർ സുകുമാരനും ഭാര്യയും നൂലുണ്ട പോലെയുള്ള ഒരു പട്ടിക്കുഞ്ഞും കാറിനുള്ളിൽ പരുങ്ങിക്കളിക്കുന്നുണ്ട്. വരുന്നോ? മിസ്സസ് സുകുമാരൻ ചോദിച്ചു. ആ സ്ത്രീയാണ് കാർ ഓടിക്കുന്നത്. എങ്ങോട്ടാ? വീട്ടിലേക്ക്. സോറി, ഇപ്പോഴില്ല. മുഖത്ത് സ്വല്പം പുഞ്ചിരി വരുത്തിക്കൊണ്ട് കൈകൾ ഉയർത്തി ആട്ടി. പൊയ്ക്കൊള്ളട്ടെ. ആ സ്ത്രീയുടെ കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും കേമത്തരങ്ങളും തിരുവായ്മൊഴികളും കേട്ട് മടുക്കണം. ചിലപ്പോ അവരുടെ ചേച്ചിയുടെ മകളുടെ പാട്ടും സ്വല്പം സഹിക്കേണ്ടി വരും. സുകുമാരന്റെ ഗമയിലുള്ള ഇരിപ്പിനെപ്പറ്റി ആലോചിച്ചപ്പോ ചിരി വന്നു. പാവം, ഭയപ്പെട്ടിട്ടാണ് ഇരിപ്പ്. ഡ്രാഫ്റ്റ്സ്മാനായിരുന്ന കാലം മുതൽക്കേ അയാളെ അറിയാം. ശമ്പളവും കൈക്കൂലിയും കൂടിയാലും കഴിഞ്ഞുകൂടാൻ വിഷമമായിരുന്നു. പെണ്ണ് കെട്ടിയതോടെ ആളങ്ങ് തെളിഞ്ഞു. കല്യാണ ചെലവിന് 5000, കാറ്. നല്ല ലാഭക്കച്ചവടമായിരുന്നു. അത് ഏർപ്പാടാക്കി കൊടുത്തപ്പോൾ പ്രതികാരം ചെയ്യുന്ന സുഖമാണ് തോന്നിയതെന്ന് രുക്മിണി ഓർത്തു. ആദ്യത്തെ വാതിൽ തുറന്നപ്പോൾ പിന്നത്തെ വാതിലെല്ലാം എളുപ്പത്തിൽ തുറന്നു. ഇന്ന് വീടായി, ധനമായി, ഗംഭീരൻ കാറായി, പുത്തൻ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെയായി. കാട് വീടായപ്പോ ആശാരി പുറത്ത്. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് നിറഞ്ഞ കണ്ണുകളുമായി അയാൾ തന്നോട് പറഞ്ഞ വാക്കുകൾ രുക്മിണി ഓർത്തു. നിങ്ങളാണിതൊക്കെ ചെയ്തത്. നന്ദി പറയാൻ വന്നതാണോ? അല്ല, എന്തിനീ വിവാഹം ഏർപ്പാട് ചെയ്തു എന്നറിയാൻ. ഈ വിവാഹം നടക്കുന്നതിൽ രുക്മിണിക്ക് അസുഖമുണ്ടോ? എന്റെ പട്ടിക്ക് പോലും അസുഖമില്ല സാധു മനുഷ്യ. വല്ല വിധത്തിലും കരപിടിക്കാൻ നോക്കിക്കോ. അയാൾ കരപിടിച്ചു. അയാളുടെ മൂക്കുകയർ മിസ്സസ് സുകുമാരനും പിടിച്ചു. എന്നിട്ടും 6 മാസം കഴിഞ്ഞപ്പോ കടിഞ്ഞാൺ പൊട്ടിച്ച ഭ്രാന്തൻ കുതിരയെപ്പോലെ അയാൾ തന്റെ അടുത്ത് വന്ന കഥ ഓർത്തുപോയി. അയാൾ വികാരാധീനനായി പെറുപെറുത്തു. മറക്കാൻ കഴിയുന്നില്ല രുക്മിണി, മറക്കാൻ കഴിയുന്നില്ല. നാടകവാചകമൊന്നും അടിക്കരുത്. താൻ ഈ രാത്രി എന്റെ കൂടെ കഴിച്ചുകൂട്ടി കാലത്ത് തിരിച്ചുപോയിക്കൊള്ളൂ. എന്റെ രുക്മിണി, ശപ്പത്തരം കാട്ടരുത്. ആണുങ്ങളെപ്പോലെ പെരുമാറണം. പിറ്റേന്ന് തിരിച്ചു പോകുമ്പോ എന്തൊരു വിരഹഭാരമായിരുന്നു മുഖത്ത്. ആ ആളാണിപ്പോ ഗമയിൽ ഇരുന്ന് കളഞ്ഞത്. എഴുന്നേൽക്കൂടെ എന്ന് ഊന്നി പറഞ്ഞാൽ ഇപ്പോഴും അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് പൊന്തും. പോട്ടെ, അയാൾ ഒരു പഴയ ചെരുപ്പാണ്. ഒരു ടാക്സിയും വരുന്നില്ല. എവിടെയെങ്കിലും പോയി സ്വല്പനേരം സ്വസ്ഥമായി ഇരിക്കണമെന്ന് തോന്നി. മനസ്സത്രമേൽ അസ്വസ്ഥമായിരിക്കുന്നു. അല്ലെങ്കിൽ അതെന്തിനു വീണ്ടും ഇടക്കഴിയൂർ പാലത്തിനടുത്തേക്ക് ഓടി? ഇരുട്ടിൽ ഒറ്റയ്ക്കും സംഭ്രമിച്ചും സങ്കടപ്പെട്ടു നിന്ന ആ പെൺകിടാവിനെ പറ്റി ഓർത്തു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം വരാതിരിക്കുമോ? അക്കാര്യം സംശയിക്കുകയേ വേണ്ട. പുഴയിലെ ഓളങ്ങളുടെ കുണുങ്ങിച്ചിരികൾ കൂടെ കൂടെ ഭയപ്പെടുത്തി. പെട്ടെന്ന് താഴെ മാടിക്കുത്തി ഒട്ടകക്കാലുകൾ നീട്ടി വച്ചു. മൺപാതയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ തന്നെ കണ്ടപ്പോൾ അടുത്തേക്ക് വന്നു. കിടിലം കൊണ്ടില്ല. ആകെ ഒന്ന് നോക്കിയിട്ട് അയാൾ ചോദിച്ചു, എവിടേക്കാ? അറിഞ്ഞിട്ട് തനിക്കെന്താ കാര്യം? പ്രതീക്ഷിക്കാത്ത ഉത്തരം കേട്ടപ്പോ അയാളൊന്ന് പരുങ്ങി. എന്നിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, ഈ നൃത്തത്തിന് അത്താഴമുണ്ടില്ല എന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഉത്തരം കേൾക്കാൻ നിൽക്കാതെ ഒട്ടകക്കാലൻ വെച്ചടിച്ചു. രുക്മിണി പരിഭ്രമിച്ചോ? വഞ്ചിയിൽ നിന്നിറങ്ങിയിട്ട് അദ്ദേഹം ചോദിച്ചപ്പോ വിതുമ്പിപ്പോയി. എന്തിന് കരയുന്നു? അത് പറയാമെങ്കിൽ പിന്നെ കരയുകയില്ലല്ലോ. ഉറച്ച വിശ്വാസത്തോടെ, നിറഞ്ഞ ആശകളോടെ അന്ന് വഞ്ചിയിൽ കയറി. വഞ്ചി ഓളങ്ങൾ മുറിച്ചുകൊണ്ട് ഇരുട്ടിലൂടെ നീങ്ങി. മനസ്സ് കര കാണാത്ത സമുദ്രത്തിലൂടെ നീന്തുകയായിരുന്നു. എന്നിട്ട്
ആ കഥകൾ ആലോചിക്കാതായിട്ട് കാലം കുറച്ചായി. ഇന്നതൊക്കെ മനസ്സിൽ പൊന്തി വരുന്നു. രുക്മിണിക്ക് ദുഃഖമുണ്ടോ? വഞ്ചിയിൽ കയറിയപ്പോൾ അദ്ദേഹം ദേഹത്തോട് പറ്റിയിരുന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, എനിക്ക് വിശ്വാസമാണ്. മരണം വരെ ഞാൻ വിശ്വസിക്കും. ഞാനും. ആ വാക്കുപോലെ മധുരമായ ശബ്ദം ജീവിതത്തിൽ കേട്ടിട്ടില്ല. പക്ഷെ മാധവി പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുന്നു. പുരുഷന്മാർ കാറ്റുപോലെയാണ്. ചിലപ്പോൾ സുഗന്ധവും ചിലപ്പോൾ ദുർഗന്ധവും കൊണ്ടുവരുന്നു. പട്ടണത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അമ്മയ്ക്ക് എഴുതിക്കോളൂ, സുഖമാണെന്ന്. കൂടുതലൊന്നും എഴുതുകയും അരുത്. അദ്ദേഹം വളരെ വീണ്ടു വിചാരമുള്ള ആളാണെന്ന് തോന്നി. ആ ദിവസങ്ങൾ എണ്ണത്തിൽ കുറച്ചായി പോയതുകൊണ്ട് ദുഃഖിക്കുവാനുണ്ടോ? രുക്മിണി ആലോചിച്ചു. എത്ര സമ്പന്നമായ ദിവസങ്ങൾ, എത്ര കനപ്പെട്ട ദിവസങ്ങൾ. ഞാൻ ബൽഗാമിൽ പോയി 11-ാം ദിവസം തിരിച്ചെത്തും. ഒറ്റയ്ക്ക് ഈ വീട്ടിൽ കഴിച്ചുകൂട്ടാൻ വിഷമമുണ്ടോ? പണിക്കാരി മാണിക്യത്തോട് ഇവിടെ തന്നെ താമസിക്കാൻ പറയാം. പോരെ? മതി.